In Ezekiel 34 and verse 26, യെഹെസ്കേൽ 34:26 വാക്യത്തിൽ God says, ദൈവം പറയുന്നു, I will send showers. ഞാൻ അനുഗ്രഹമാരി അയക്കും. I will send showers. ഞാൻ അനുഗ്രഹമാരി അയക്കും. There shall be showers of blessing. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. Yes. അതെ, He is talking about the rain of blessing. ദൈവം അനുഗ്രഹമാരിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Just like this rain is coming, the rain of blessing is going to come, but it's going to come as a shower upon every one of us. മഴ വരുന്നത് പോലെ നാം ഓരോരുത്തരുടെ മേലും അനുഗ്രഹമാരി പെയ്തിറങ്ങുവാൻ പോകുന്നു. I know you are crying saying, എന്റെ I have had only showers of curses. വർഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരയുകയാണെന്ന് എനിക്കറിയാം. Showers of sickness. രോഗങ്ങൾ എന്ന മഴയാണ് വർഷിക്കപ്പെട്ടിരിക്കുന്നത്. Showers of sin. പാപങ്ങൾ എന്ന മഴയാണ് Showers of evil powers. പൈശാചിക ശക്തികൾ എന്ന മഴയാണ് വർഷിക്കപ്പെട്ടിരിക്കുന്നത്. But God says to you, എന്നാൽ ദൈവം നിങ്ങളോട് my പറയുന്നു, child, I'm going to send you showers of blessing tonight. എന്റെ കുഞ്ഞെ, ഞാൻ നിനക്ക് അനുഗ്രഹമാരി അയച്ചു തരുവാൻ പോകുന്നു. And when he sends these showers, ദൈവം അനുഗ്രഹമാരി പെയ്യിക്കുമ്പോൾ he sends it on time. അത് തക്ക സമയത്ത് പെയ്യിക്കുന്നു. If you read Joel 2:23, നിങ്ങൾ യോവേൽ 2:23 he വായിച്ചാൽ sends the former rain and the latter rain on ദൈവം തക്ക time. സമയത്ത് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിക്കുന്നു. Have you seen the rice plantation? നിങ്ങൾ നെൽകൃഷി കണ്ടിട്ടുണ്ടോ? At the right time, God sends the former rain, തക്ക സമയത്ത് ദൈവം മുൻമഴ അയക്കുന്നു. which prepares the ground. അത് നിലത്തെ ഒരുക്കുന്നു. Then the paddy, the rice kernels are planted in the ground. പിന്നീട് നെൽപ്പാടത്ത് വിത്തുകൾ വിതയ്ക്കുന്നു. And after the plantation, ആ വിത്തുകൾ വിതച്ച ശേഷം he sends the latter rain. ദൈവം പിന്മഴ അയക്കുന്നു. It's a powerful rain, അത് അതിശക്തമായ and മഴയാകുന്നു. it fills the paddy fields, അത് ആ നെൽവയലുകളെ നിറയ്ക്കുന്നു. and the rice grows, നെൽച്ചെടികൾ തഴച്ചു വളരുന്നു. and there's a great പിന്നെ harvest. വലിയൊരു വിളവ് കൊയ്തെടുക്കുന്നു. Yes, he sends the rain on അതെ, time. ദൈവം തക്ക സമയത്ത് മഴ And പെയ്യിക്കുന്നു. God has a time for everything. സകല കാര്യങ്ങൾക്കും ദൈവത്തിന് ഒരു സമയമുണ്ട്. Even as you look at the life of Jesus Christ, നിങ്ങൾ യേശുവിന്റെ ജീവിതം in പരിശോധിക്കുകയാണെങ്കിൽ Galatians 4:4, ഗലാത്യർ 4:4 he was born in the fullness of time. കാലസമ്പൂർണത വന്നപ്പോഴായിരുന്നു യേശു ജനിച്ചത്. In Romans 5:6, റോമർ 5:6 he gave his life for us in due time. തക്ക സമയത്ത് യേശു നമുക്ക് വേണ്ടി തന്റെ ജീവൻ ബലി കഴിച്ചു. And in Luke 24 and verse 7, ലൂക്കോസ് 24:7 വാക്യത്തിൽ at the right time on the third day, Jesus rose up from the dead as he had already predicted. തക്ക സമയത്ത് മൂന്നാം ദിവസം താൻ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. And if you read John 2 and verse 4, നിങ്ങൾ യോഹന്നാൻ 2:4 വായിക്കുകയാണെങ്കിൽ he said, Mother, I have a time യേശു for my പറയുന്നു, അമ്മേ, miracle. എനിക്ക് അത്ഭുതം ചെയ്യുവാനുള്ള സമയമായിട്ടില്ല, ആ നാഴിക He had വന്നിട്ടില്ല. a time to perform a miracle. അത്ഭുതം ചെയ്യുവാൻ യേശുവിന് ഒരു സമയമുണ്ടായിരുന്നു. And in John 13 and verse 1, യോഹന്നാൻ 13:1 Jesus had a time to go to heaven. യേശുവിന് സ്വർഗ്ഗത്തിലേക്ക് പോകുവാനും ഒരു സമയമുണ്ടായിരുന്നു. Everything has been timed. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. In the life of Jesus, everything was timed. യേശുവിന്റെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു നാഴികയുണ്ടായിരുന്നു. Even in your life, God has timed everything. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. When to send the showers of blessing. എപ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹമാരി അയച്ചു തരേണ്ടത്? Everything has been planned by God. എല്ലാറ്റിനും ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. Many years ago, നിരവധി വർഷങ്ങൾക്ക് മുൻപ് when my father was 34 years, എന്റെ പിതാവിന് 34 വയസ്സുണ്ടായിരുന്നപ്പോൾ he's contracted tuberculosis. അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിപെട്ടു. And he was vomiting blood all the time. അദ്ദേഹം എപ്പോഴും രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. It was a time when God had called him for the ministry. ദൈവം അദ്ദേഹത്തെ ദൈവവേലയ്ക്ക് വിളിച്ചത്. But the first thing that came was എന്നാൽ TB. ആദ്യം അദ്ദേഹത്തെ പിടികൂടിയത് He was ക്ഷയരോഗമായിരുന്നു. vomiting blood. അദ്ദേഹം രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. At that time, ആ സമയത്ത് he had a vision of heaven. സ്വർഗ്ഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു And he ദർശനമുണ്ടായി. saw an angel in heaven അദ്ദേഹം സ്വർഗ്ഗത്തിൽ ഒരു ദൂതനെ കണ്ടു. writing and writing and writing ആ many ദൂതൻ കടലാസ scrolls. ചുരുളുകളിൽ എന്തെല്ലാമോ എഴുതിക്കൊണ്ടിരുന്നു. He looked at the അദ്ദേഹം ആ scrolls. ചുരുളുകളിലേക്ക് നോക്കി. The Holy Spirit showed him that he was writing about every man, every ആ woman who was ദൂതൻ ഈ being born ലോകത്തിൽ in this ജനിച്ച world. എല്ലാ മനുഷ്യരെക്കുറിച്ചും എഴുതുകയാണെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. When they should be അവർ born. എപ്പോൾ ജനിക്കണം, What is God's plan അവരുടെ in their ജീവിതത്തിലെ life. ദൈവത്തിന്റെ പദ്ധതി എന്താണ്, And how they should come to God. അവർ എങ്ങനെ ദൈവത്തിങ്കിലേക്ക് വരണം, And how long they would live. അവർ എത്ര കാലം ജീവിക്കണം, What they would do. അവർ എന്ത് ചെയ്യണം, How they would come to heaven. അവർ എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരണം,
everything was written. സകലതും എഴുതപ്പെട്ടിരുന്നു. My father looked at എന്റെ it പിതാവ് അതെല്ലാം and നോക്കിക്കൊണ്ടിരുന്നു. he said, അദ്ദേഹം ചോദിച്ചു, look at my എന്റെ life. ജീവിതത്തെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? Tell me when I will ഞാൻ die. എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരൂ. My lungs are burning. എന്റെ ശ്വാസകോശങ്ങൾ കത്തിയിരിക്കുകയാണ്. It is terrible. അത് ഭയങ്കരമാണ്. This sickness is killing ഈ me. രോഗം എന്നെ കൊന്നുകളയുന്നു. Tell me when I will die. ഞാൻ എപ്പോൾ മരിക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരൂ. The angel stood up, ആ ദൂതൻ എഴുന്നേറ്റ് നിന്നു. embraced my ദൂതൻ father, എന്റെ പിതാവിനെ ആലിംഗനം and ചെയ്തു. he said, my son, എന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ, your life begins only now. നിന്റെ ജീവിതം ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. Go നീ back. തിരിച്ചു പോകൂ. You will be a blessing to millions of നീ people. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. And my father lived 37 years after that. പിന്നീട് എന്റെ പിതാവ് 37 He വർഷം went to be with the ജീവിച്ചു. Lord, having blessed ഒടുവിൽ millions of people. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോയി ലക്ഷക്കണക്കിന് ജനങ്ങൾ sent his അദ്ദേഹത്തിലൂടെ life back. അനുഗ്രഹീതരായി. അന്ന് ദൈവം God has a അദ്ദേഹത്തിന്റെ time ജീവനെ for you. തിരികെ അയച്ചു. ദൈവം A നിങ്ങൾക്ക് schedule വേണ്ടി for ഒരു സമയം every blessing in ഒരുക്കിയിട്ടുണ്ട്. your life. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി He's such ദൈവം a സമയം loving ഒരുക്കിയിട്ടുണ്ട്. You ദൈവം may അത്രമാത്രം say, I സ്നേഹമുള്ള don't know my ദൈവമാണ്. future. എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒന്നും Is this അറിയില്ലെന്ന് നിങ്ങൾ death going to പറഞ്ഞേക്കാം. kill me? ഈ കടഭാരം എന്നെ Am I going to കൊന്നുകളയുവാൻ lose my പോകുന്നു. job? എനിക്ക് ജോലി Am I going നഷ്ടപ്പെടുവാൻ to lose my പോകുന്നു. family life? എനിക്ക് എന്റെ കുടുംബജീവിതം Let not your നഷ്ടപ്പെടുവാൻ heart be പോകുന്നു. troubled. നിങ്ങളുടെ Today, ഹൃദയം when you കലങ്ങി open your പോകരുത്. heart and give your life to this great God who controls your ഇന്ന് life, നിങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈ ദൈവത്തിന് നിങ്ങൾ and ജീവിതം say, Lord, I'm സമർപ്പിക്കുമ്പോൾ, not going to live according to my plan. ദൈവമേ, ഞാൻ എന്റെ പദ്ധതിക്ക് അനുസരിച്ച് I ജീവിക്കില്ല want എന്ന് you to പറഞ്ഞുകൊണ്ട് fulfill your will in my life. അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ He will നിറവേറ്റണമെന്ന് take ഞാൻ over your life ആഗ്രഹിക്കുന്നു. tonight. അപ്പോൾ ദൈവം ജീവിതത്തിന്റെ He will നിയന്ത്രണം perfect ഏറ്റെടുക്കും. His plan in your life. ദൈവം തന്റെ പദ്ധതി നിങ്ങളുടെ And at the ജീവിതത്തിൽ right നിറവേറ്റും. time, showers of blessing will keep coming in your life. തക്ക സമയത്ത് അനുഗ്രഹം മാറി നിങ്ങളുടെ When ജീവിതത്തിൽ God's പെയ്തിറങ്ങും. time comes, ദൈവത്തിന്റെ സമയം showers of ആഗതമാകുമ്പോൾ, blessing come. Yes, that is God's plan for you. അതെ, അതാകുന്നു നിങ്ങൾക്കുള്ള Not just ദൈവത്തിന്റെ a touch പദ്ധതി. of blessing. ഒരു അനുഗ്രഹത്തിന്റെ When man കരസ്പർശം touches, മാത്രമല്ല. you will get only small blessing. മനുഷ്യൻ നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ But when അനുഗ്രഹങ്ങൾ God ലഭിക്കുന്നു. blesses, എന്നാൽ it ദൈവം നമ്മെ comes as a അനുഗ്രഹിക്കുമ്പോൾ bountiful blessing which no devil can നമുക്ക് stop. സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഒരു പിശാചിനും അത് തടുത്തു No man നിർത്തുവാൻ can കഴിയില്ല. stop it. ഒരു മനുഷ്യനും You അത് will തടുത്തു overflow with നിർത്താനാവില്ല. blessing. നിങ്ങൾ അനുഗ്രഹങ്ങളാൽ That's the നിറഞ്ഞു blessing കവിയും. God is going to give you in your life from today. ഇന്നു മുതൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ അനുഗ്രഹമാണ് ദൈവം Because you നൽകുവാൻ have come to പോകുന്നത്. seek after God. കാരണം നിങ്ങൾ In ദൈവത്തെ Luke അന്വേഷിച്ചു chapter 5 and വന്നിരിക്കുന്നു. verse 1 to 9, ലൂക്കോസ് 5 1 മുതൽ 9 a വരെയുള്ള man called വാക്യങ്ങളിൽ Simon was tending his nets by the sea. ശീമോൻ പത്രോസ് എന്ന മനുഷ്യൻ കടലിൽ തന്റെ വല കഴുകുകയായിരുന്നു. Jesus looked at him യേശു as he അവനെ gave his നോക്കി. boat for Jesus to stand and preach from it. യേശുവിനെ നിന്ന് പ്രസംഗിക്കുന്നതിനു വേണ്ടി അവൻ തന്റെ പടക് യേശുവിന് He said, നൽകിയപ്പോൾ, now Peter, you have given യേശു your പറഞ്ഞു, boat for me പത്രോസേ, to preach to the people. ജനങ്ങളോട് പ്രസംഗിക്കുവാൻ നീ നിന്റെ പടക് Launch എനിക്ക് the നൽകി. boat into the deep. ഇപ്പോൾ It ആഴത്തിലേക്ക് was not the നീക്കുക. time to fish. അത് മീൻ It പിടിക്കുവാനുള്ള was daytime. സമയമായിരുന്നില്ല. അത് Normally പകൽ they would fish in the സമയമായിരുന്നു. night. രാത്രിയിലാണ് But അവർ Jesus മീൻ said, പിടിക്കാറ്. I am എന്നാൽ യേശു God. പറഞ്ഞു, It doesn't ഞാൻ matter ദൈവമാണ്. what season it is in the world. I have a season to bless you. ലോകത്തിൽ ഇത് ഏത് കാലമാണെങ്കിലും ശരി, നിന്നെ അനുഗ്രഹിക്കുവാൻ എനിക്കൊരു കാലമുണ്ട്, എനിക്കൊരു When the doctors have സമയമുണ്ട്. said everything is over, എല്ലാം കഴിഞ്ഞെന്ന് when ഡോക്ടർമാർ your പറയുമ്പോൾ, employer says you will not have a job anymore, ഇനി നിനക്ക് ജോലി ഇല്ലെന്ന് നിന്റെ മുതലാളി when നിന്നോട് your results say പറയുമ്പോൾ, you will never pass your examination, നിങ്ങൾ ഒരിക്കലും പരീക്ഷ വിജയിക്കില്ലെന്ന് നിങ്ങളുടെ God റിസൾട്ട് says നിങ്ങളോട് my season പറയുമ്പോൾ, of blessing will begin. ദൈവം പറയുന്നു, എന്റെ അനുഗ്രഹത്തിന്റെ I സമയം can bless you in ആരംഭിക്കുമെന്ന്. season or out of season. സമയത്തും അസമയത്തും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ There is എനിക്ക് a God സാധിക്കും. season for your life. നിങ്ങളുടെ ജീവിതത്തിൽ I have ദൈവത്തിന്റേതായ a ഒരു season to സമയമുണ്ട്. bless you. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ He said, എനിക്കൊരു Peter, സമയമുണ്ട്. Push യേശു the പറഞ്ഞു, boat into the പത്രോസേ, deep. പടക് But ആഴത്തിലേക്ക് Peter നീക്കുക. said, Simon എന്നാൽ പത്രോസ് said, പറഞ്ഞു, I have ശിമോൻ പറഞ്ഞു, fished the whole night, but I did not catch anything, Lord. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും But I എനിക്ക് believe your ലഭിച്ചില്ല. word. എന്നാൽ അങ്ങയുടെ And he വാക്ക് went ഞാൻ to the വിശ്വസിക്കുന്നു. പത്രോസ് And he ആഴത്തിലേക്ക് caught the പടകിറക്കി. greatest number of fish. അവൻ വലയിറക്കി. ആ വലയിൽ The വളരെയധികം fish മീൻ filled his അകപ്പെട്ടു. boat.
മത്സ്യങ്ങളാൽ അവന്റെ He had to പടക് call നിറഞ്ഞു. another boat. അവൻ മറ്റൊരു That പടകിലുള്ളവരെ also was വിളിച്ചു വരുത്തേണ്ടി filled. വന്നു. ആ പടകും And both the boats മത്സ്യങ്ങളാൽ were filled. രണ്ട് പടകുകളും Maybe they had to നിറഞ്ഞു shout, കവിഞ്ഞു. "It is enough, Lord." ഒരുപക്ഷെ അവർ മതി മതി എന്ന് If there are പറയേണ്ടി more fish, വന്നിരിക്കും. the boat will sink. ഇനിയും കൂടുതൽ മത്സ്യങ്ങൾ ലഭിച്ചാൽ പടക് That's what God മുങ്ങിപ്പോകും. says. അതാണ് I will ദൈവം pour a പറയുന്നത്. blessing upon you which you will not be able to hold, my children. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം ഞാൻ I will give അനുഗ്രഹങ്ങൾ you പകരും. plenty to eat. ഞാൻ നിങ്ങൾക്ക് വേണ്ടുവോളം ഭക്ഷിക്കുവാൻ നൽകും. Joel തൃപ്തരാകുവിൻ. 2:23 says, യോവൽ "My 2:23 people will not be പറയുന്നു, ashamed. എന്റെ ജനം ഒരു The നാളും ലജ്ജിച്ചു grasshoppers have പോകയില്ല. eaten their blessing. പച്ചപ്പുഴു അവരുടെ The അനുഗ്രഹങ്ങൾ locusts തിന്നു have eaten their നശിപ്പിച്ചിരിക്കും. blessing. വെട്ടുകിളികൾ അവരുടെ And അനുഗ്രഹങ്ങൾ I am going to bless my തിന്നുകളഞ്ഞിരിക്കും. children ഞാൻ with എന്റെ കുഞ്ഞുങ്ങളെ showers of അനുഗ്രഹിക്കുവാൻ പോകുന്നു. blessing. ഞാൻ They will അനുഗ്രഹമായി never be പെയ്യിക്കും. ashamed anymore. അവർ ഒരിക്കലും They will ലജ്ജിച്ചു eat and be പോകയില്ല. satisfied." അവർ This is the വേണ്ടുവോളം heart തിന്ന് of തൃപ്തരാകും. God. When He ഇതാകുന്നു sends the ദൈവത്തിന്റെ ഹൃദയം. showers on time, it comes as a bountiful ദൈവം blessing. തക്ക സമയത്ത് അനുഗ്രഹം മാറി വർഷിക്കുമ്പോൾ നമുക്ക് സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ Not ലഭിക്കുന്നു. your heart be troubled. നിങ്ങളുടെ ഹൃദയം The one കലങ്ങി who has പോകരുത്. called you നിങ്ങളെ will വിളിച്ച never ദൈവം forget you. നിങ്ങളെ മറന്നു Jesus will കളയുമോ? never forget you. യേശു നിങ്ങളെ ഒരിക്കലും You know മറന്നു why? കളകയില്ല. He hung on the എന്തുകൊണ്ടെന്നറിയാമോ? cross. യേശു ക്രൂശിൽ Naked. തൂങ്ങിക്കിടന്നു, No നഗ്നനായി. clothes. വസ്ത്രമില്ലാതെ. Everybody made fun of him. എല്ലാവരും There യേശുവിനെ was കളിയാക്കി. nobody to comfort him. യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ His body was ആരുമില്ലായിരുന്നു. To യേശുവിന്റെ take ശരീരത്തിന് every one മുറിവേറ്റു. of our sins, the punishment of our sins upon himself. നമ്മുടെ പാപത്തിനായുള്ള സകല ശിക്ഷകളും യേശു There was തന്റെ a മേൽ crown of വഹിച്ചു. thorns on his head യേശുവിന്റെ ശിരസിൽ ഒരു to carry മുൾക്കിരീടം all ഉണ്ടായിരുന്നു. our worries upon himself. നമ്മുടെ സകല വിഷമങ്ങളും തന്റെ മേൽ He bore വഹിക്കുന്നതിനെ. it patiently. എന്നാൽ യേശു അതെല്ലാം He bore ക്ഷമയോടെ it for വഹിച്ചു. you. നിങ്ങൾക്ക് വേണ്ടി He bore തന്റെ മേൽ your വഹിച്ചു. sins upon himself. യേശു നിങ്ങളുടെ പാപങ്ങൾ He തന്റെ bore മേൽ your വഹിച്ചു. sicknesses upon himself. നിങ്ങളുടെ രോഗങ്ങൾ യേശു He തന്റെ bore മേൽ your വഹിച്ചു. curses upon himself. നിങ്ങളുടെ ശാപങ്ങൾ യേശു തന്റെ Jesus മേൽ bore വഹിച്ചു. your criticisms upon himself. നിങ്ങൾക്ക് നേരെയുള്ള സകല വിമർശനങ്ങളെയും Jesus യേശു bore തന്റെ മേൽ your വഹിച്ചു. nakedness, your suffering without a home upon himself. നിങ്ങൾ ഒരു വീടില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടതയും നിങ്ങളുടെ നഗ്നതയും യേശു Jesus തന്റെ bore മേൽ your വഹിച്ചു. shame upon himself. നിങ്ങൾ നേരിട്ട സകല ലജ്ജകളും യേശു തന്റെ He മേൽ said, "Let me വഹിച്ചു. go through it. യേശു പറഞ്ഞു, ഞാൻ Though I am അതിലൂടെ കടന്നു God, പോകട്ടെ. Though ഞാൻ I can save ദൈവമാണെങ്കിലും, myself, എനിക്ക് എന്നെ തന്നെ though I രക്ഷിക്കുവാൻ can come down കഴിയുമെങ്കിലും, from the cross, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ Yet എനിക്ക് സാധിക്കുമെങ്കിലും, I will restrain എന്നിരുന്നാലും myself. ഞാൻ എന്നെ തന്നെ I അതിൽ must നിന്ന് know how വിലക്കും. my children are suffering." എന്റെ മക്കൾ എങ്ങനെയാണ് Jesus said, കഷ്ടപ്പെടുന്നതെന്ന് "Let me suffer എനിക്കറിയണം. to understand the agony of my children." യേശു പറഞ്ഞു, എന്റെ മക്കളുടെ വേദന മനസ്സിലാക്കുവാൻ ഞാൻ He has gone കഷ്ടം through your സഹിക്കട്ടെ. യേശു നിങ്ങളുടെ Today when you വേദനകളിലൂടെ say, കടന്നുപോയി. "Lord ഇന്ന് നിങ്ങൾ ഇങ്ങനെ Jesus, പറയുമ്പോൾ, my wounded യേശുവേ, Savior, മുറിവേൽക്കപ്പെട്ട you have എന്റെ രക്ഷക, overcome death on the cross and you overcame by resurrecting yourself. സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ക്രൂശിൽ അങ്ങ് മരണത്തെ You are കീഴടക്കി. You're അങ്ങ് alive. ജീവിക്കുന്നു. Now come into അങ്ങ് my ജീവിക്കുന്നു. heart. എന്റെ Come and live in ഹൃദയത്തിലേക്ക് my വരണമേ. heart. എന്റെ As you ഹൃദയത്തിൽ cry വന്ന് now, വസിക്കണമേ. He will നിങ്ങളിപ്പോൾ come and അങ്ങനെ take കരയുമ്പോൾ, over your life. യേശു വന്ന് This is ജീവിതത്തിന്റെ the നിയന്ത്രണം last ഏറ്റെടുക്കും. moment, the ഇത് last അവസാനത്തെ നിമിഷമാണ്. opportunity ഇത് to have അവസാനത്തെ Jesus, അവസരമാണ്. who is God in flesh, to come into your soul, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായ യേശു നിങ്ങളുടെ to take over your life and to run it. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം You need ഏറ്റെടുത്ത് not be an orphan നടത്തുന്നതിന് in this world. നിങ്ങൾ ഈ ലോകത്ത് ഒരു He is here. അനാഥനാകേണ്ടതില്ല. വരുമെന്ന് Now അങ്ങ് wherever you പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ask നിങ്ങൾ എവിടെയാണെങ്കിലും Ask him. ദൈവത്തോട് യാചിക്കുവിൻ. Ask him. യാചിക്കുവിൻ. Open your mouth and യാചിക്കുവിൻ. ask Him. വായ് Everybody തുറന്ന് say, യാചിക്കുവിൻ. എല്ലാവരും Jesus, പറയുവിൻ, Jesus, യേശുവേ, Jesus, who knows all യേശുവേ. my agony, Jesus, എന്റെ വേദനകൾ അറിയുന്ന I യേശുവേ, need you in my life. എനിക്ക് I need ജീവിതത്തിൽ അങ്ങേ God in my ആവശ്യമുണ്ട്. life. ജീവിതത്തിൽ എനിക്ക് Come on, ദൈവത്തെ ask him ആവശ്യമുണ്ട്. now. Everybody ദൈവത്തോട് ask him യാചിക്കുവിൻ. now. Will you എല്ലാവരും raise your യാചിക്കുവിൻ. hand and നിങ്ങൾ say with കരങ്ങൾ your ഉയർത്തുമോ? mouth, Lord വായ്കൊണ്ട് പറയുവിൻ, Jesus, കർത്താവായ Lord യേശുവേ, Jesus, come കർത്താവായ into my യേശുവേ, heart, എന്റെ Come into ഹൃദയത്തിലേക്ക് my വരണമേ, life. എന്റെ ജീവിതത്തിലേക്ക് run വരണമേ. my life.
എന്റെ I ജീവിതത്തെ surrender myself നടത്തണമേ. to you. ഞാൻ എന്നെ തന്നെ Thank അങ്ങേക്ക് you, സമർപ്പിക്കുന്നു. Jesus. Would you all യേശുവേ, say thank you, നന്ദി. Jesus? എല്ലാവരും യേശുവേ Thank you, നന്ദി എന്ന് പറയുവിൻ. Jesus. Thank you, Jesus. Thank you, യേശുവേ നന്ദി. Jesus. Thank you, യേശുവേ നന്ദി. Jesus. The Lord is യേശുവേ filling നന്ദി. your heart right now. ദൈവം The നിങ്ങളുടെ Lord is ഹൃദയത്തെ filling your heart നിറയ്ക്കുന്നു. right now. ദൈവം God നിങ്ങളുടെ is ഹൃദയത്തെ coming into your heart നിറയ്ക്കുന്നു. right now. ദൈവം ഇപ്പോൾ Just ഹൃദയത്തിലേക്ക് വരുന്നു. believe. Don't worry about the വിശ്വസിക്കുവിൻ. critics. വിമർശകരെ Let them ഓർത്ത് mind their വിഷമിക്കേണ്ട. business. അവർ You അവരുടെ need പണി God for your ചെയ്യട്ടെ. future. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് God നിങ്ങൾക്ക് who ദൈവത്തെ came into this world ആവശ്യമുണ്ട്. in the form of a man called Jesus is alive. യേശു എന്ന മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവം His ഇപ്പോഴും spirit will fill you ജീവിക്കുന്നു. right now. ആ He's ദൈവത്തിന്റെ filling you ആത്മാവ് right നിങ്ങളെ നിറയ്ക്കും. now. Just ദൈവം thank ഇപ്പോൾ him നിങ്ങളെ now. നിറയ്ക്കുന്നു. Just ദൈവത്തോട് thank him നന്ദി പറയുവിൻ. now. ദൈവത്തോട് നന്ദി Rejoice. പറയുവിൻ. Rejoice. സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ. Rejoice. God is coming into your heart. ദൈവം നിങ്ങളുടെ Every ഹൃദയത്തിലേക്ക് sin is വരുന്നു. going tonight. സകല We give you പാപവും all ഇന്ന് the glory, വിട്ടുപോകുന്നു. Lord. സകല മഹത്വവും give you all അങ്ങേക്ക് the കരയറ്റുന്നു. We സകല give you all the മഹത്വവും glory. സകല In മഹത്വവും Jesus' name. യേശുവിന്റെ Amen. നാമത്തിൽ. Amen. ആമേൻ. When Amen. God comes to you on time, ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ bountiful അടുക്കൽ blessings വരുമ്പോൾ come. അത്യധികമായ അനുഗ്രഹങ്ങൾ But then- വരുന്നു. We have to എന്നാലോ, wait for God's time. നാം ദൈവത്തിന്റെ Yes, സമയത്തിനായി we have to wait കാത്തിരിക്കണം. for God's time. അതെ, നാം ദൈവത്തിന്റെ സമയത്തിനായി season. കാത്തിരിക്കണം. എല്ലാറ്റിനും And for ഒരു that, He സമയമുണ്ട്. gives us the patience to wait for Him. ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമുക്ക് ക്ഷമ Galatians നൽകുന്നു. 6:9 says so. ഗലാത്യർ 6:9 Yes, He അപ്രകാരം gives us the പറയുന്നു. spirit of patience to wait for God. അതെ, ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനെ ദൈവം ക്ഷമയുടെ Proverbs ആത്മാവിനെ 13 and നമുക്ക് verse നൽകുന്നു. 12 says, സദൃശവാക്യം 13 waiting for a 12 പറയുന്നു. long time makes our hope to be deferred. ആശാ വിളംബനം നമ്മുടെ ഹൃദയത്തെ But ക്ഷീണിപ്പിക്കുന്നു. when the longing is fulfilled, എന്നാൽ ഇച്ഛാ it's like നിവൃത്തിയോ a tree of life. അത് ജീവവൃക്ഷം When the blessings പോലെയാകുന്നു. come, it's like a tree of life. അനുഗ്രഹങ്ങൾ വരുമ്പോൾ അത് Look ജീവവൃക്ഷം at the Lord പോലെയാകുന്നു. Jesus Christ. കർത്താവായ He went യേശുവിനെ through that നോക്കുവിൻ. waiting in this world. യേശു ഈ ലോകത്തിൽ ആ കാത്തിരിപ്പിന്റെ In അവസ്ഥയിലൂടെ Luke 9 and കടന്നുപോയി. verse 31, ലൂക്കോസ് the 9:31 Bible shows that he was living as a condemned prisoner കുറ്റം in this വിധിക്കപ്പെട്ട world. ഒരു കുറ്റവാളിയെ പോലെയായിരുന്നു യേശു ഈ ലോകത്തിൽ ജീവിച്ചതെന്ന് വേദപുസ്തകം when he was കാണിച്ചു തരുന്നു. യേശു He knew ജനിച്ചപ്പോൾ he had തന്നെ to die. താൻ He മരിക്കേണ്ടി had to വരുമെന്ന് give his യേശുവിന് life for അറിയാമായിരുന്നു. everyone, all the humanity. എല്ലാ മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവൻ യാഗമായി അർപ്പിക്കേണ്ടി വരുമെന്ന് So every യേശുവിന് day he was അറിയാമായിരുന്നു. ആകയാൽ ദിനംപ്രതി യേശു As അതിനുവേണ്ടി my time കാത്തിരിക്കുകയായിരുന്നു. എന്റെ സമയം In the വന്നു. Transfiguration Mount, ആ മറുരൂപ his മലയിൽ face and his dress were shining with the glory of God. യേശുവിന്റെ മുഖവും വസ്ത്രവും ദൈവ തേജസ്സിനാൽ മിന്നി Moses and തിളങ്ങിയിരുന്നു. Elijah came മോശയും and said, ഏലിയാവും വന്നു. Jesus, അവർ you have to പറഞ്ഞു, go to the യേശുവേ, cross. You നീ have to go to the ക്രൂശിലേക്ക് പോകേണ്ടി cross. വരും. Every ക്രൂശിലേക്ക് day പോകേണ്ടി Jesus വരും. was waiting only to go to the cross. ദിനംപ്രതി ക്രൂശിലേക്ക് പോകുന്നതിന് വേണ്ടി His മാത്രമായിരുന്നു യേശു waiting time കാത്തിരുന്നത്. was cruel. അതിനുവേണ്ടി യേശു കാത്തിരുന്ന ആ സമയം He യേശുവിനെ understands that വളരെയധികം agony as you are വേദനിപ്പിച്ചിരുന്നു. waiting for your blessing. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ വേദന He യേശു understands your മനസ്സിലാക്കുന്നു. agony as you are waiting for your healing. നിങ്ങൾ നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ He വേദന യേശു understands your മനസ്സിലാക്കുന്നു. agony as you are waiting for your promotion. നിങ്ങൾ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ As you വേദന are യേശു waiting for a മനസ്സിലാക്കുന്നു. house. നിങ്ങൾ ഒരു As you are വീടിന് വേണ്ടി waiting for a കാത്തിരിക്കുമ്പോൾ, job. നിങ്ങൾ ഒരു As ജോലിക്ക് you are വേണ്ടി waiting for the കാത്തിരിക്കുമ്പോൾ, blessing of your children. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് As വേണ്ടി you are waiting for a കാത്തിരിക്കുമ്പോൾ, child. നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി Jesus കാത്തിരിക്കുമ്പോൾ യേശു ആ Jesus വേദന മനസ്സിലാക്കുന്നു. understands. യേശു He went എല്ലാം through that മനസ്സിലാക്കുന്നു. agony. യേശു ആ Every വേദനയിലൂടെ day he was കടന്നുപോയി. only waiting for the cross. ദിനംപ്രതി ക്രൂശിലേക്ക് പോകുന്നതിന് വേണ്ടി That's മാത്രമായിരുന്നു why he യേശു says in കാത്തിരുന്നത്. Psalm 69 and verse 20. അതുകൊണ്ടാണ് സങ്കീർത്തനം 69:20 യേശു I was ഇപ്രകാരം looking, I പറയുന്നത്, was waiting for comforters. വല്ലവനും സഹതാപം തോന്നുമോ But എന്ന് ഞാൻ I had nobody to നോക്കിക്കൊണ്ടിരുന്നു. comfort me. എന്നാൽ ആർക്കും സഹതാപം Jesus had തോന്നിയില്ല. nobody to comfort him. യേശുവിനെ In the ആശ്വസിപ്പിക്കുവാൻ Garden of ആരുമില്ലായിരുന്നു. Gethsemane, an ഗെത്സമനെ angel തോട്ടത്തിൽ came, but he ഒരു ദൂതൻ refused to വന്നു. be comforted.
എന്നാൽ ആശ്വാസം കൈക്കൊള്ളാൻ His യേശുവിന് disciples went to മനസ്സിലായിരുന്നു. sleep, they would not pray for him. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി, അവർ യേശുവിന് One വേണ്ടി disciple പ്രാർത്ഥിച്ചില്ല. was planning to betray him. ഒരു ശിഷ്യൻ യേശുവിനെ വഞ്ചിക്കുവാൻ Jesus പദ്ധതിയിട്ടു. knows how to suffer without a comforter. ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് നാം കഷ്ടപ്പെടുന്നതെന്ന് Maybe you യേശുവിന് don't have അറിയാം. anybody to comfort you. ഒരുപക്ഷെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരും Nobody is ഉണ്ടായിരിക്കില്ല. able to help you. ആർക്കും നിങ്ങളെ സഹായിക്കുവാൻ Today, സാധിക്കുന്നില്ലായിരിക്കാം. Speaking to someone in authority. ഇന്ന് അധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തിയുമായി ഞാൻ He said, സംസാരിക്കുകയായിരുന്നു. There is അദ്ദേഹം nobody to help പറഞ്ഞു, me, sir. സർ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. There are thousands ആരുമില്ല. who sympathize for me. ആയിരക്കണക്കിന് ജനങ്ങൾ എന്നോട് But nobody is സഹതാപം able to കാണിക്കുന്നു. help me. എന്നാൽ ആർക്കും എന്നെ But Jesus സഹായിക്കുവാൻ did not have കഴിയുന്നില്ല. anybody to even show him sympathy. യേശുവിനോട് സഹതാപം കാണിക്കുവാൻ Jesus പോലും knows ആരും your ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ How you വേദന are യേശു suffering all അറിയുന്നു. alone. നിങ്ങൾ ഏകനായി That's why കഷ്ടപ്പെടുകയാണ്. Jesus said in അതുകൊണ്ടാണ് John യേശു 14 and പറഞ്ഞത്, verse 16, യോഹന്നാൻ I will not leave 14:16, you comfortless. ഞാൻ നിങ്ങളെ I ആശ്വാസമില്ലാത്തവരായി will send you വിടുകയില്ല. a comforter. ഞാൻ നിങ്ങൾക്കൊരു I കാര്യസ്ഥനെ will go അയച്ചു and send തരും. you a comforter. ഞാൻ പോയി ഒരു You കാര്യസ്ഥനെ don't need നിങ്ങൾക്ക് to അയച്ചു suffer തരും. without a comforter in this world as I ഞാൻ ഈ ലോകത്തിൽ suffer. കഷ്ടപ്പെട്ടതുപോലെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ കഷ്ടപ്പെടേണ്ട I will send ആവശ്യമില്ല. you my Holy Spirit. ഞാൻ എന്റെ I പരിശുദ്ധാത്മാവിനെ will send you നിങ്ങൾക്ക് my അയച്ചു own തരും. spirit. ഞാൻ എന്റെ സ്വന്തം He will ആത്മാവിനെ come to നിങ്ങൾക്ക് you. അയച്ചു തരും. ആത്മാവ് He will നിങ്ങളുടെ come to അടുക്കൽ വരും. you. ആത്മാവ് When he നിങ്ങളുടെ comes അടുക്കൽ to വരും. you, in ആത്മാവ് John നിങ്ങളുടെ 16, അടുക്കൽ 19 വരുമ്പോൾ and 20 he says, യോഹന്നാൻ 16 19 20 എന്നീ വാക്യങ്ങളിൽ see me യേശു again. പറയുന്നു, നിങ്ങൾ എന്നെ when the വീണ്ടും Holy കാണും. Spirit of God fills you, ദൈവത്തിന്റെ you will പരിശുദ്ധാത്മാവ് see me നിങ്ങളെ നിറയ്ക്കുമ്പോൾ again. നിങ്ങൾ എന്നെ When you see വീണ്ടും me കാണും. again, നിങ്ങൾ എന്നെ വീണ്ടും your കാണുമ്പോൾ sorrow will turn into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി All തീരും. your sorrow will turn into joy. നിങ്ങളുടെ ദുഃഖമെല്ലാം Come on, സന്തോഷമായി give the തീരും. Lord a big hand clap. ഒരു കരഘോഷം മുഴക്കി ദൈവത്തെ Amen. സ്തുതിക്കുവിൻ. Your Amen. sorrow will turn into joy from tonight. നിങ്ങളുടെ ദുഃഖം ഇന്നു മുതൽ As സന്തോഷമായി തീരും. God's Spirit, the Spirit of Jesus comes into your heart. യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ He ഹൃദയത്തിലേക്ക് will help you വരുമ്പോൾ in your waiting time. നിങ്ങൾ കാത്തിരിക്കുന്ന ആ സമയമെല്ലാം ആത്മാവ് Before you നിങ്ങളെ receive your സഹായിക്കും. miracle, നിങ്ങൾ നിങ്ങളുടെ അത്ഭുതം the Holy പ്രാപിക്കുന്നതിന് Spirit മുൻപ് will help you in your weaknesses. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് You may say, തുണ "I'm നിൽക്കും." നിങ്ങൾ I'm not പറഞ്ഞേക്കാം, able ഞാൻ to get out of my ബലഹീനനാണല്ലോ, sinful ways. എനിക്ക് എന്റെ പാപ വഴികൾ Oh, ഉപേക്ഷിക്കുവാൻ the weaknesses സാധിക്കുന്നില്ലല്ലോ. are taking me away from Jesus. ഈ ബലഹീനതകൾ യേശുവിൽ നിന്ന് not എന്നെ able to അകറ്റുന്നു. pray. എനിക്ക് I'm not able to പ്രാർത്ഥിക്കുവാൻ read the കഴിയുന്നില്ല. Bible. എനിക്ക് I'm വചനം not able to live a വായിക്കാനാവുന്നില്ല. holy life. എനിക്ക് വിശുദ്ധമായ The ജീവിതം Bible says in നയിക്കാനാവുന്നില്ല. Romans 8:26, റോമർ 8:26 the Holy വേദപുസ്തകം Spirit helps us പറയുന്നു, in our weaknesses. പരിശുദ്ധാത്മാവ് നമ്മുടെ And ബലഹീനതയ്ക്ക് He തുണ prays നിൽക്കുന്നു. within us with groanings. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി This happened to പക്ഷപാതം me. ചെയ്യുന്നു. എന്റെ At the ജീവിതത്തിൽ age of ഇത് 16, സംഭവിച്ചിട്ടുണ്ട്. 17, I went away from the Lord. 16-17 വയസ്സുള്ളപ്പോൾ ഞാൻ My ദൈവത്തിൽ father നിന്ന് and mother were അകന്നുപോയി. preaching Jesus, എന്റെ മാതാപിതാക്കൾ യേശുവിനെ but കുറിച്ച് I got addicted പ്രസംഗിച്ചുകൊണ്ടിരുന്നു. to bad habits. എന്നാൽ ഞാൻ I ദുശീലങ്ങൾക്ക് missed my അടിമപ്പെട്ടു. classes, എനിക്ക് എന്റെ I ക്ലാസുകൾ failed. നഷ്ടപ്പെട്ടു. and a terrible loneliness came upon me. ഭയാനകമായ I ഏകാന്തത എന്നെ suffered പിടികൂടി. deeply in loneliness. ഞാൻ ഏകാന്തതയിൽ I went കഷ്ടപ്പെട്ടു. away from God. ഞാൻ I ദൈവത്തിൽ നിന്ന് hated അകന്നുപോയി. Jesus. ഞാൻ I യേശുവിനെ hated my വെറുത്തു. parents. ഞാൻ I said, I will മാതാപിതാക്കളെ never വെറുത്തു. come to this Jesus. ഞാൻ ഒരിക്കലും യേശുവിലേക്ക് This തിരിച്ചു വരില്ലെന്ന് loneliness ഞാൻ caught പറഞ്ഞു. on to me. ഏകാന്തത എന്നെ Without Jesus, we പിടികൂടി. become lonely. യേശുവില്ലെങ്കിൽ നാം We lose our ഏകനായിത്തീരും. peace. നമുക്ക് And we സമാധാനം suffer in നഷ്ടപ്പെടും. darkness. നാം അന്ധകാരത്തിൽ But through one കഷ്ടപ്പെടും. meeting, എന്നാൽ ഒരു as my യോഗത്തിൽ father was പങ്കെടുത്തതിലൂടെ എന്റെ he പിതാവ് said, "Come to പ്രസംഗിക്കുമ്പോൾ Jesus. അദ്ദേഹം പറഞ്ഞു, You are trying to യേശുവിലേക്ക് become വരൂ. a somebody, നിങ്ങൾ ആരെങ്കിലുമൊക്കെ but you ആയിത്തീരുവാൻ have become a ശ്രമിക്കുന്നു. nobody. എന്നാൽ നിങ്ങൾ But when ആരുമല്ലാതായി Jesus തീർന്നിരിക്കുന്നു. comes into your heart, എന്നാൽ യേശു നിങ്ങളുടെ He will make ഹൃദയത്തിലേക്ക് you വരുമ്പോൾ a somebody in this world. നിങ്ങൾ ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരും. Give your യേശു life to അപ്രകാരം Jesus. ചെയ്യും. ജീവിതം That night യേശുവിന് I നൽകും. cried like a little baby.
അന്ന് രാത്രി ഒരു കുഞ്ഞിനെ പോലെ And ഞാൻ that night നിലവിളിച്ചു. a great peace came into my heart as I asked Jesus to forgive my എന്റെ sin. പാപങ്ങൾ ക്ഷമിക്കുവാൻ ഞാൻ യേശുവിനോട് യാചിച്ചപ്പോൾ അന്ന് രാത്രി വലിയൊരു സമാധാനം എന്റെ I ഹൃദയത്തിലേക്ക് കടന്നു confessed വന്നു. my sin. ഞാൻ I എന്റെ said, പാപങ്ങൾ sorry Lord ഏറ്റുപറഞ്ഞു. Jesus. ഞാൻ പറഞ്ഞു, യേശുവേ I am എന്നോട് sorry. ക്ഷമിക്കണമേ, I എന്നോട് told my ക്ഷമിക്കണമേ. parents I'm sorry. ഞാൻ എന്റെ And I said, മാതാപിതാക്കളോട് Lord ക്ഷമ ചോദിച്ചു. forgive me. ഞാൻ പറഞ്ഞു, Wash me ദൈവമേ with എന്നോട് your ക്ഷമിക്കണമേ, അങ്ങയുടെ That രക്തത്താൽ എന്നെ night all my കഴുകണമേ. addictions left me. അന്ന് എന്റെ സകല I became ദുശീലങ്ങളും a എന്നെ new വിട്ടുപോയി. man. ഞാൻ ഒരു പുതിയ Then I മനുഷ്യനായി cried for തീർന്നു. God's Holy Spirit. പിന്നീട് പരിശുദ്ധാത്മാവിനു വേണ്ടി ഞാൻ Because നിലവിളിച്ചു. only through the Holy Spirit you can confess Jesus Christ as Lord through your life. കാരണം പരിശുദ്ധാത്മാവിൽ അല്ലാതെ നിങ്ങൾക്ക് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ 1 Corinthians കഴിയുകയില്ല. 12:3 says so. 1 കൊരിന്ത്യർ 12:3 Because I was അപ്രകാരം falling to the temptations even after I gave my life to Christ. ജീവിതം ക്രിസ്തുവിന് നൽകിയതിനു ശേഷവും ഞാൻ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. And one day ഒരു the ദിവസം Lord filled me with His Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ He നിറച്ചു. made me speak in new tongues. പുതുഭാഷകളിൽ സംസാരിക്കുവാൻ എന്നെ New പ്രാപ്തനാക്കി. tongue. പുതുഭാഷകളിൽ. Mark 16:17 says so. മാർക്കോസ് 16:17 അപ്രകാരം Jesus said, if പറയുന്നു. you believe, you will speak in new tongues. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും. Zacchaeus spoke in new tongues. സക്കായി പുതുഭാഷയിൽ When സംസാരിച്ചു. Jesus called him, യേശു അവനെ വിളിച്ചപ്പോൾ he came down അവൻ താഴേക്ക് ഇറങ്ങി and he വന്നു. took Jesus home. അവൻ യേശുവിനെ വീട്ടിലേക്ക് He gave കൂട്ടിക്കൊണ്ടുപോയി. his life to God. തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. Until that time, ആ നിമിഷം വരെ he was saying, give me money, give me money, give me money. അവൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് പണം തരൂ, പണം തരൂ, He പണം was തരൂ. grabbing the money of other people. അവൻ ജനങ്ങളുടെ പണം പിടിച്ചു But പറിക്കുകയായിരുന്നു. after Jesus came, എന്നാൽ യേശു വന്നതിന് ശേഷം his language changed. അവന്റെ ഭാഷ മാറി. His tongues changed. അവന്റെ ഭാഷ He മാറി. told Jesus, അവൻ യേശുവിനോട് I'm പറഞ്ഞു, giving away money, I'm giving away money, I'm giving away money. ഞാൻ പണമെല്ലാം തിരികെ നൽകുകയാണ്, പണമെല്ലാം തിരികെ He gave നൽകുകയാണ്. away half his wealth to the അവൻ തന്റെ poor. വസ്തുവകയിൽ പാതി പാവപ്പെട്ടവർക്ക് And നൽകി. he gave 4 times back of what he had taken unjustly. അവൻ ചതിവായി വാങ്ങിയതിന്റെ 4 ഇരട്ടി മടക്കി കൊടുത്തു. The Holy Spirit helped him in his weakness. പരിശുദ്ധാത്മാവ് അവന്റെ ബലഹീനതയ്ക്ക് തുണ The നിന്നു. Holy Spirit transformed him as the child of God. പരിശുദ്ധാത്മാവ് അവനെ ദൈവ പൈതലാക്കി That is രൂപാന്തരപ്പെടുത്തി. what is going to happen to you. അതാണ് നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. It happened to me. അതെന്റെ ജീവിതത്തിൽ When these സംഭവിച്ചു. weaknesses came, ഈ ബലഹീനതകൾ കടന്നു when I വരും. would go to the college ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ to be with the same friends who led me to sin, എന്നെ പാപത്തിലേക്ക് നയിച്ച ആ സ്നേഹിതന്മാരോടൊപ്പം തന്നെ ഞാൻ those ആയിരിക്കണം. thoughts of sin will come. പാപചിന്തകൾ കടന്നു വരും. And I would say, Lord, I am weak. ഞാൻ പറയും, ദൈവമേ ഞാൻ Help ബലഹീനനാണ്, me. എന്നെ And the സഹായിക്കണമേ. Holy Spirit would rise up within me. പരിശുദ്ധാത്മാവ് എന്നിൽ God's ഉണർന്നെഴുന്നേൽക്കും. Spirit would rise up within me. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ And He ഉണർന്നെഴുന്നേൽക്കും. would make me speak in new ഭാഷകളിൽ tongues. സംസാരിക്കുവാൻ ആത്മാവെന്നെ The സഹായിക്കും. old tongues of sin will go. പാപത്തിന്റെ പഴയ ഭാഷ എന്നെ വിട്ടു പോകും. God's tongues of holiness will come out of my tongue. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഭാഷ എന്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയും. And the holiness will increase. വിശുദ്ധി എന്നിൽ വർദ്ധിക്കും. Give me the grace to overcome the പ്രലോഭനങ്ങളെ temptation. തരണം ചെയ്യുവാൻ അതെനിക്ക് കൃപ നൽകും. You will be more than a conqueror through Christ Jesus who loves you. നിങ്ങളെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരാകും. Tonight, as you're waiting for your blessing, ഇന്ന് നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി the കാത്തിരിക്കുമ്പോൾ Holy Spirit will transform you into the image of Jesus with holiness. പരിശുദ്ധാത്മാവ് വിശുദ്ധി നൽകി നിങ്ങളെ ക്രിസ്തുവിന്റെ പ്രതിമയായി That is the രൂപാന്തരപ്പെടുത്തും. first stage for your more bountiful blessing. സമൃദ്ധിയായ അനുഗ്രഹത്തിലേക്കുള്ള ആദ്യത്തെ ഘട്ടം അതാണ്. He will keep you holy as Jesus. ദൈവം യേശുവിനെ പോലെ നിങ്ങളെ വിശുദ്ധരായി How many കാക്കും. of you want this holiness? നിങ്ങളിൽ എത്ര പേർക്ക് ഈ വിശുദ്ധി How many ആവശ്യമുണ്ട്? of you want God to fill you with the Holy Spirit to be holy യേശുവിനെ like പോലെ Jesus? വിശുദ്ധനാകുന്നതിനെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കണമെന്ന് നിങ്ങളിൽ എത്ര പേർ Raise ആഗ്രഹിക്കുന്നുണ്ട്? your hands and tell the Lord, കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയുവിൻ, fill me with thy Holy Spirit, Lord. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Open your mouth, open your heart and cry right now. വായ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് നിലവിളിക്കുക. Right now. ഇപ്പോൾ The തന്നെ glory of God is coming upon you. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ Your heart വരുന്നു. should not be empty for the devil to come പിശാച് back. തിരികെ വരത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം Your ശൂന്യമായിരിക്കരുത്. heart should be full of the Holy Spirit, the Spirit of നിങ്ങളുടെ ഹൃദയം Jesus. യേശുവിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. Ask and you will receive.
യാചിപ്പിൻ എന്നാൽ Ask നിങ്ങൾക്ക് and you കിട്ടും. will receive. യാചിപ്പിൻ എന്നാൽ Come നിങ്ങൾക്ക് on, കിട്ടും. cry to God. ദൈവത്തോട് Fight നിലവിളിക്കുവിൻ. with God. ദൈവത്തോട് Fight പോരാടുവിൻ. with God. ദൈവത്തോട് Before പോരാടുവിൻ. God sends you the bountiful blessing, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അയച്ചു തരുന്നതിന് ask വേണ്ടി God to fill you with His own Spirit. ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തോട് In the യാചിക്കുവിൻ. last days, I'll pour my Holy Spirit upon all flesh. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. Lord, you have promised it. ദൈവമേ അങ്ങത് വാഗ്ദത്തം Send ചെയ്തിട്ടുണ്ട്. your Spirit of holiness into them, Lord. അങ്ങയുടെ വിശുദ്ധിയുടെ ആത്മാവിനെ ഇവരിലേക്ക് പകരണമേ. Fill, Lord. നിറയ്ക്കണമേ. Fill, Lord. ദൈവമേ Fill, നിറയ്ക്കണമേ. Lord. നിറയ്ക്കണമേ. Fill everybody. എല്ലാവരെയും നിറയ്ക്കണമേ. Every weakness, let it go in Jesus' name. സകല ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ The വിട്ടുപോകട്ടെ. Spirit of sanctification come. വിശുദ്ധിയുടെ ആത്മാവ് വരുന്നു. Holy Spirit enter into them. പരിശുദ്ധാത്മാവെ അവരിലേക്ക് Let them have പ്രവേശിക്കണമേ. new language. അവർക്ക് പുതിയ ഭാഷ ലഭിക്കട്ടെ. Holiness of God. ദൈവത്തിന്റെ വിശുദ്ധി In ലഭിക്കട്ടെ. Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ In നാമത്തിൽ. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Thank you, Lord, for cleansing every പിതാവേ weakness സകല now. ബലഹീനതകളും കഴുകി വെടിപ്പാക്കിയതിന് നന്ദി. Let them speak in the new language of holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയുടെ പുതുഭാഷ അവർ In സംസാരിക്കട്ടെ. Jesus' name. യേശുവിന്റെ In നാമത്തിൽ. Jesus' name. യേശുവിന്റെ The നാമത്തിൽ. Holy Spirit is filling you right now. പരിശുദ്ധാത്മാവ് നിങ്ങളെ Just നിറയ്ക്കുന്നു. clap your hands. കരഘോഷം മുഴക്കുവിൻ. Praise Him. ദൈവത്തെ Praise സ്തുതിക്കുവിൻ. Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Everybody praise Him. എല്ലാവരും ദൈവത്തെ സ്തുതിപ്പിൻ. Rejoice. സന്തോഷിപ്പിൻ. You're not going as an orphan. നിങ്ങൾ അനാഥരെ പോലെ തിരികെ പോകില്ല. God's Spirit is filling you, Lord. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ നിറയുന്നു. God's Spirit is filling you, my friend. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിറയ്ക്കുന്നു. Thank you, Jesus. യേശുവേ നന്ദി. He will be with you forever. യേശു എന്നേക്കും നിങ്ങളോട് കൂടെ God ഇരിക്കും. says, I will come to you. ദൈവം പറയുന്നു ഞാൻ He നിങ്ങളോടൊപ്പം has വരും. come into you. ദൈവം നിങ്ങളിലേക്ക് He has വന്നിരിക്കുന്നു. come into you. ദൈവം നിങ്ങളിലേക്ക് Do you believe വന്നിരിക്കുന്നു. that? നിങ്ങൾ Do you വിശ്വസിക്കുന്നുണ്ടോ? believe that? വിശ്വസിക്കുന്നുണ്ടോ? Raise your hands and say, thank you, Jesus. കരം ഉയർത്തി യേശുവേ നന്ദി എന്ന് പറയുവിൻ. Thank you, Jesus. യേശുവേ നന്ദി. You are in my heart. അങ്ങന്റെ ഹൃദയത്തിൽ Holy വസിക്കുന്നു. Spirit. എന്റെ ആത്മാവിൽ You are in വസിക്കുന്നു. my heart. എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. The Holy Spirit will help you in your weakness. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ Give you നിൽക്കും. holiness every day. നിങ്ങൾക്ക് ദിനംപ്രതി വിശുദ്ധി നൽകും. And He will transform you. ആത്മാവ് നിങ്ങളെ Let രൂപാന്തരപ്പെടുത്തും. not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Every day with Jesus. എന്നും യേശുവിനോടൊപ്പം Every ജീവിക്കും. day with Jesus. എന്നും യേശുവിനോടൊപ്പം ജീവിക്കും. Every moment with Jesus. അനുനിമിഷവും യേശുവിനോടൊപ്പം He ആയിരിക്കും. will begin to speak to you. യേശു നിങ്ങളോട് സംസാരിക്കുവാൻ And He തുടങ്ങും. will honor you. യേശു നിങ്ങളെ ആദരിക്കും. The day that you are not in my life, is it a day, Lord? ദൈവമേ അങ്ങന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ദിവസം ഒരു ദിവസമാണോ? No, Lord. അതൊരു ദിവസമേ അല്ല. I need you every moment. അനുനിമിഷവും എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I want you, Lord. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I want the holiness of God in my എന്റെ life. ജീവിതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധി എനിക്ക് വേണം. Fill me with thy Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Again, when the Holy Spirit comes into you, വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് He വരുമ്പോൾ will lead you into all truth. ആത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. All the plans that He has for your life. നിങ്ങളുടെ ജീവിതത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സകല പദ്ധതികളും Every day He will show you. ദിനം പ്രതി ആത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. As you lead your life into that plan of God, നിങ്ങൾ ആ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ the great blessings He has for you will come upon you every day. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദിനം പ്രതി നിങ്ങൾക്ക് ലഭിക്കും. Yes, Jeremiah അതെ, 29:11 ഇരമ്യാവ് says, 29:11 പറയുന്നു. God has made plans for your നിങ്ങളുടെ future. ഭാവിക്കായി ദൈവം പദ്ധതികൾ And ആവിഷ്കരിച്ചിരിക്കുന്നു. how does this plan of God come into you? എങ്ങനെയാണ് ഈ ദൈവിക പദ്ധതി നിങ്ങളിലേക്ക് വരുന്നത്? He has given you the Bible to read about Him every day. ദിനം പ്രതി ദൈവത്തെക്കുറിച്ച് വായിക്കുന്നതിനെ ദൈവം നിങ്ങൾക്ക് വേദപുസ്തകം നൽകിയിരിക്കുന്നു. Especially read about Jesus in the Bible. പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ച് വായിക്കുവിൻ. Every day as you open that portion and read about ദിനം പ്രതി Jesus. നിങ്ങൾ ആ ഭാഗം തുറന്ന് യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ In Psalm 39 and verse 3, സങ്കീർത്തനം 39:3 your heart will begin to burn with the love of God. നിങ്ങളുടെ ഹൃദയം ദൈവസ്നേഹത്താൽ കത്തി എരിയുവാൻ തുടങ്ങും. Yes, the word of God, the Bible will show you how much Jesus അതെ, loves യേശു you. നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവവചനം നിങ്ങൾക്ക് കാണിച്ചു തരും. What miracles He has for ദൈവം you. നിങ്ങൾക്ക് വേണ്ടി എന്ത് അത്ഭുതങ്ങളാണ് ഒരുക്കി What വെച്ചിരിക്കുന്നത്. blessings He has for you. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. And how He wants to cleanse you and ദൈവം keep you എങ്ങനെയാണ് holy. നിങ്ങളെ കഴുകി വെടിപ്പാക്കി വിശുദ്ധരായി സൂക്ഷിക്കുന്നത്. And it will show you what are the things you should ആ do ദിവസം to നിങ്ങൾ cleanse നിങ്ങളെ തന്നെ yourself that day. ശുദ്ധീകരിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ്
ചെയ്യേണ്ടതെന്ന് വചനം നിങ്ങൾക്ക് കാണിച്ചു തരും. The Bible says your heart will become hot within നിങ്ങളുടെ you. ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. Then when you meditate on God's word, പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ you will hear God's voice through this verse. നിങ്ങൾ വചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കും. And you will ask God, give me this blessing, Lord. ഈ അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് You യാചിക്കും. will claim that verse and say, give me this blessing, നിങ്ങൾ ആ Lord. വചനം അവകാശമാക്കി ദൈവമേ ഈ അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് The ദൈവത്തോട് Holy Spirit will യാചിക്കും. lead you into the blessing God has for you വേദപുസ്തകം as പറയുന്നത് പോലെ written in the ദൈവം Bible. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. And as you pray that blessing, നിങ്ങൾ ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ the bountiful blessings of God will come. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരും. That's how God changed my life. അങ്ങനെയാണ് ദൈവം എന്റെ ജീവിതത്തെ മാറ്റിയത്. And He showed me, ദൈവം എനിക്ക് കാണിച്ചു തന്നു. Paul, I have planned every blessing for you. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. And I began to read the Bible every day. ഞാൻ ദിനംപ്രതി വചനം വായിക്കുവാൻ തുടങ്ങി. God would show me my faults when I would read the ഞാൻ Bible. വചനം വായിക്കുമ്പോൾ എനിക്ക് സംഭവിച്ച തെറ്റുകൾ ദൈവം എനിക്ക് കാണിച്ചു തരും. And I would say, Holy Spirit, help me to get out of these ഞാൻ faults. പറയും, പരിശുദ്ധാത്മാവേ ഈ തെറ്റിൽ നിന്ന് രക്ഷ നേടുവാൻ എന്നെ He സഹായിക്കണം. will rise up within me. ആത്മാവ് എന്നിൽ ഉണർന്നെഴുന്നേൽക്കും. And I would speak in new ഞാൻ tongues. പുതുഭാഷകളിൽ And സംസാരിക്കും. the old faults will go away. പഴയ തെറ്റുകൾ എന്നെ വിട്ടു പോകും. Then He will show me the blessings He പിന്നീട് has for എനിക്കായി me. ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം ആത്മാവ് എനിക്ക് കാണിച്ചു തരും. And I would say, Lord, give me this ഞാൻ blessing. പറയും, ദൈവമേ ഈ അനുഗ്രഹം എനിക്ക് The Holy നൽകണമേ. Spirit will fill me and bring that blessing into my പരിശുദ്ധാത്മാവ് എന്നെ heart. നിറയ്ക്കും. ആ അനുഗ്രഹം എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. That's how I began to study again. അങ്ങനെയാണ് ഞാൻ വീണ്ടും പഠിക്കുവാൻ When I തുടങ്ങിയത്. was away from ഞാൻ Jesus, യേശുവിൽ നിന്ന് അകന്നപ്പോൾ I had failed in my subjects in the first year of my degree. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒന്നാം വർഷം ഞാൻ എന്റെ വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു. I said, now I cannot fail anymore because I am the child of God. ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും തോൽക്കുകയില്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. So I put a chair by my side while I used to ആകയാൽ study. പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ എന്റെ അരികിൽ ഒരു കസാരയിടും. I would say, Lord Jesus, come and sit with ഞാൻ me. പറയും, യേശുവേ എന്റെ അരികിൽ വന്ന് ഇരിക്കണമേ. You're my friend. അങ്ങാകുന്നു എന്റെ സ്നേഹിതൻ. You're my അങ്ങ് everything. എനിക്ക് എല്ലാമാകുന്നു. Now teach me, ഇപ്പോൾ Lord. എന്നെ പഠിപ്പിക്കണമേ. All wisdom is hidden in you. ജ്ഞാനവും പരിജ്ഞാനവും അങ്ങിൽ I ഗുപ്തമായിരിക്കുന്നുവല്ലോ. lay my hands on the ഞാൻ books പുസ്തകത്തിന്മേൽ എന്റെ കൈവയ്ക്കും. and I would pray, Lord, ഞാൻ പ്രാർത്ഥിക്കും, fill me with this wisdom. ദൈവമേ ഈ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. And I would read. ഞാൻ വായിക്കും. Literally, I would feel Jesus യേശു teaching എന്നെ me. പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നും. The Holy Spirit teaching me. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നത് പോലെ I studied my portion. ഞാൻ എന്റെ വിഷയങ്ങൾ പഠിച്ചു. And when I got my degree in that എനിക്ക് college, ആ കോളേജിൽ നിന്ന് ബിരുദം ലഭിച്ചപ്പോൾ, in the same college where I failed in the first year, ഞാൻ ഒന്നാം വർഷം പരാജയപ്പെട്ട അതേ when കോളേജിൽ I got my degree in the convocation, I was given a gold എനിക്ക് medal. ബിരുദം നൽകുന്ന ആ ചടങ്ങിൽ വെച്ച് ഒരു സ്വർണ്ണ മെഡൽ എനിക്ക് ലഭിച്ചു. God honored me right there where I was a failure. ഞാൻ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം എന്നെ മാനിച്ചു. God made me finish my MBA ദൈവകൃപയാൽ ഞാൻ MBA and finish my പൂർത്തീകരിച്ചു. PhD in an advertising അഡ്വർടൈസിംഗിൽ PhD പൂർത്തീകരിച്ചു. at the age of 26. 26-ാമത്തെ വയസ്സിൽ. Yes, God compensates for all your അതെ, losses. ദൈവം നിങ്ങളുടെ സകല നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുന്നു. I was the first in the whole university to get a PhD in MBA in advertising. ആ സർവകലാശാലയിൽ ആദ്യമായി അഡ്വർടൈസിംഗിൽ PhD ലഭിച്ചത് എനിക്കാണ്. That's the plan God has for ആ you. പദ്ധതിയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി You ഒരുക്കിയിട്ടുള്ളത്. may be a failure in your നിങ്ങൾ studies, പഠനത്തിൽ പരാജയമായിരിക്കാം, failure in your job, ജോലിയിൽ പരാജയപ്പെട്ടിരിക്കാം, maybe you are failing in your family life. കുടുംബ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം. Every day read the Bible. ദിനംപ്രതി വചനം വായിക്കുവിൻ. And Jesus will show you the blessings He has for നിങ്ങൾക്കായി you. ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ യേശു നിങ്ങൾക്ക് കാണിച്ചു തരും. And as you lay hands on that നിങ്ങൾ ആ blessing and pray, അനുഗ്രഹത്തിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ the Holy Spirit will lead you into that blessing. പരിശുദ്ധാത്മാവ് ആ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കും. Maybe you are sick in your body. നിങ്ങൾ ശാരീരികമായി രോഗിയായിരിക്കാം. Read the Bible every day. ദിനംപ്രതി വചനം വായിക്കുവിൻ. And the Holy Spirit in you നിങ്ങളിലുള്ള will പരിശുദ്ധാത്മാവ് take that word of God and bring healing into your ആ bodies. ദൈവവചനം അയച്ച് നിങ്ങൾക്ക് സൗഖ്യം നൽകും. Psalm 107 and verse 20 says സങ്കീർത്തനം so. 107:20 അപ്രകാരം പറയുന്നു, He will send His word and heal you. ദൈവം തന്റെ വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. And in the year 2008, 2008 when my father passed എന്റെ away, പിതാവ് ഞങ്ങളിൽ നിന്ന് I വേർപെട്ടപ്പോൾ said, who will be a father to the എന്റെ millions of പിതാവ് people പ്രാർത്ഥനയിൽ whom my father വഹിച്ചിരുന്ന was carrying? ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇനി ആരാണ് ഒരു പിതാവായിരിക്കുക എന്ന് ഞാൻ ചോദിച്ചു.
the Holy Spirit rose up within me again. പരിശുദ്ധാത്മാവ് വീണ്ടും എന്നിൽ ഉണർന്നെഴുന്നേറ്റു. And he said, my son, ആത്മാവ് പറഞ്ഞു, എന്റെ മകനേ, from now on I will be a father to ഇനി you. മുതൽ ഞാൻ നിനക്ക് പിതാവായിരിക്കും. I will be a father to ഞാൻ you. നിനക്ക് പിതാവായിരിക്കും. I will teach you what to do. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. And he showed me what I should do in Jesus' ശുശ്രൂഷയിൽ എന്താണ് cause. ചെയ്യേണ്ടതെന്ന് ആത്മാവ് എനിക്ക് കാണിച്ചു He said, തന്നു. expand the prayer towers across the nation. രാജ്യം മുഴുവൻ പ്രാർത്ഥനാ ഗോപുരങ്ങൾ സ്ഥാപിക്കൂ. When my father left, we had 15 എന്റെ prayer പിതാവ് ഞങ്ങളെ വിട്ടു towers. പോകുമ്പോൾ ഞങ്ങൾക്ക് 15 പ്രാർത്ഥനാ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. And the Lord told me, ദൈവം എന്നോട് പറഞ്ഞു, now the world has to be prepared for my coming. ഇപ്പോൾ ലോകം എന്റെ രണ്ടാം വരവിനായി ഒരുക്കപ്പെടണം. My plan has to come upon the എന്റെ nations. പദ്ധതികൾ രാജ്യങ്ങളിന്മേൽ വരണം. So have a prayer tower next to the seat of power in New Delhi. ആകയാൽ ന്യൂഡൽഹിയിലെ അധികാര കേന്ദ്രത്തിന് സമീപം ഒരു പ്രാർത്ഥനാ ഗോപുരം സ്ഥാപിക്കൂ. And God enabled me to build a prayer tower next to the seat of power, ഡൽഹിയിലെ overlooking അധികാര the parliament കേന്ദ്രത്തിന് and prime സമീപം ഒരു minister's പ്രാർത്ഥനാ office and ഗോപുരം president's സ്ഥാപിക്കുവാൻ palace in New ദൈവം എന്നെ Delhi. സഹായിച്ചു. അവിടെ നിന്ന് നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും രാഷ്ട്രപതി ഭവനും പാർലമെന്റും കാണാം. Today the Jesus Calls Prayer Tower is praying 24 hours for the nation of ഇന്ന് India. യേശു വിളിക്കുന്ന പ്രാർത്ഥനാ ഗോപുരം 24 മണിക്കൂറും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Next to the parliament. പാർലമെന്റിന്റെ അരികിൽ നിന്ന്. Then the Lord പിന്നീട് said, ദൈവം പറഞ്ഞു, pray for all the nations of the world from Jerusalem and Israel. ഇസ്രായേലിലെ യെരുശലേമിൽ നിന്ന് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. Today we have a prayer tower in the 20th floor of the tallest building in the center of Jerusalem. ഇന്ന് യെരുശലേമിന്റെ കേന്ദ്ര ഭാഗത്തുള്ള കെട്ടിടത്തിന്റെ 20ാം നിലയിൽ യേശു വിളിക്കുന്ന പ്രാർത്ഥനാ ഗോപുരം പ്രവർത്തിക്കുന്നു. People from all over the world come and pray there, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. prophesying God's plan for the nation. രാജ്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പ്രവചിച്ചുകൊണ്ട്. The Russian people come, റഷ്യക്കാർ വരുന്നു, Jews come, യഹൂദന്മാർ വരുന്നു, Arabs come, അറബികൾ വരുന്നു, Americans come, അമേരിക്കക്കാർ വരുന്നു, Chinese come, ചൈനക്കാർ വരുന്നു, Koreans come, കൊറിയയിലുള്ളവർ വരുന്നു, Indians come, ഇന്ത്യക്കാർ വരുന്നു, and Sri Lankans come, ശ്രീലങ്കക്കാർ വരുന്നു, Africans come. ആഫ്രിക്കക്കാർ വരുന്നു. People come from all over the എല്ലാ രാജ്യങ്ങളിൽ nations നിന്നും ജനങ്ങൾ വരുന്നു. and pray God's plan for his coming over the nation. കർത്താവിന്റെ രണ്ടാം വരവിനായുള്ള പദ്ധതികൾ ദേശങ്ങളിൽ നിറവേറുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. God spoke to me ദൈവം എന്നോട് സംസാരിച്ചു. when I prayed every morning reading the Bible, ഞാൻ എന്നും രാവിലെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചു. and I just launched out, ഞാനത് സമാരംഭിച്ചു. and God performed ദൈവം everything. എല്ലാം നിവർത്തീകരിച്ചു. God performed ദൈവം everything. എല്ലാം പൂർത്തിയാക്കി. In the same way, അതുപോലെ തന്നെ God will do it for ദൈവം you. നിങ്ങൾക്കും അങ്ങനെ ചെയ്യും. He will teach you what you should do in your office ഓരോ that day. ദിവസവും ഓഫീസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം നിങ്ങൾക്ക് പഠിപ്പിച്ചു He will തരും. teach you what you should do in your ഓരോ family that ദിവസവും day. കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. Yes, sisters, he will teach you what അതെ, you should cook for സഹോദരിമാരെ, your നിങ്ങൾ എന്ത് husband. He will ഭക്ഷണമാണ് say, I പാകം was thinking ചെയ്യേണ്ടതെന്ന് about ദൈവം this food, നിങ്ങൾക്ക് correctly പറഞ്ഞു you തരും. cooked it for നിങ്ങളുടെ me. ഭർത്താക്കന്മാർ അത് ഭക്ഷിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഇന്ന് ഈ ഭക്ഷണം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്, നീ അത് തന്നെ ഉണ്ടാക്കി. Husbands, God will speak to you. ഭർത്താക്കന്മാരെ, ദൈവം നിങ്ങളോട് സംസാരിക്കും. Get a saree for your wife ഭാര്യയ്ക്ക് today, ഒരു സാരി വാങ്ങിക്കൊടുക്കുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടും. and you will satisfy your wife, നിങ്ങൾ ഭാര്യയെ തൃപ്തിപ്പെടുത്തും. because these are temporal ഇതെല്ലാം things. ലൗകികമായ But കാര്യങ്ങളാണ്. the greatest thing is ഏറ്റവും love. വലിയ കാര്യം സ്നേഹമാണ്. He will show you how to കുടുംബത്തെ care for എങ്ങനെ your family, ശ്രദ്ധിക്കണമെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. care for your children, കുഞ്ഞുങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന്, care for those in your office, ഓഫീസിലുള്ളവരെ എങ്ങനെ care ശ്രദ്ധിക്കണം, for his ministry. ശുശ്രൂഷയെ എങ്ങനെ He will പാലിക്കണമെന്ന് teach you every ദൈവം morning എന്നും പ്രഭാതത്തിൽ നിങ്ങളെ പഠിപ്പിക്കും through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ. And as you do it, നിങ്ങൾ അത് ചെയ്യുമ്പോൾ promotion will come in your നിങ്ങൾക്ക് job, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും, peace will come in your family, കുടുംബത്തിൽ സമാധാനമുണ്ടാകും, and you will have great success in your നിങ്ങൾക്ക് studies. പഠനത്തിൽ വലിയ വിജയമുണ്ടാകും. When I was studying, ഞാൻ പഠിക്കുമ്പോൾ every day God will show me what to study, which course to study. ദിനംപ്രതി എന്താണ് പഠിക്കേണ്ടതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തരും. And as I would study, He would teach ഞാൻ me പഠിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കും. through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ, Through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ. The Holy Spirit will bring you to greatness in this പരിശുദ്ധാത്മാവ് world. ഈ ലോകത്തിൽ നിങ്ങൾക്ക് മഹത്വം നൽകും. You may be lonely. നിങ്ങൾ ഏകരായിരിക്കാം. God has kept you lonely ദൈവം so നിങ്ങളെ that you can ഏകാന്തതയിൽ become the child and the അകപ്പെട്ടിരിക്കാം. friend of അങ്ങനെയാണെങ്കിൽ God. നിങ്ങൾക്ക് ദൈവത്തിന്റെ പൈതലാകാം, ദൈവത്തിന്റെ സ്നേഹിതനാകാം. God has made you lonely so that He can be a friend, a real friend, a true friend, and only friend to ദൈവം you. നിങ്ങളെ ഏകാകികളാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹിതനാകാം. And He will lift you up. ദൈവം നിങ്ങളെ ഉയർത്തും. He will lift you ദൈവം up. നിങ്ങളെ ഉയർത്തും. And God spoke to me about Karunya ദൈവം University. കാരുണ്യയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. He said it should not be ദൈവം just a പറഞ്ഞു, അതൊരു college. കോളേജ് മാത്രമായിരിക്കരുത്. It should be a university bringing solutions to human problems through അത് research. ഒരു സർവകലാശാലയായി തീരണം. ഗവേഷണങ്ങളിലൂടെ മാനുഷിക പ്രശ്നങ്ങൾക്ക് അത് പരിഹാരം
കണ്ടെത്തണം. Today we do research in food technology, ഇന്ന് ഞങ്ങൾ ഫുഡ് ടെക്നോളജിയിൽ ഗവേഷണങ്ങൾ നടത്തുന്നു. water, ജലം സംബന്ധിച്ച വിഷയങ്ങളിലും healthcare, ആരോഗ്യ പരിപാലനത്തിലും energy, എനർജിയിലും blessing to the nations of the world through the കണ്ടുപിടുത്തങ്ങളിലൂടെ findings. സർവകലാശാല ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. Jesus spoke to me and said, start Sisha to help the poor people across this nation. പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ശീക്ഷ ആരംഭിക്കൂ എന്ന് ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. 3 lakhs poor children and widows and poor people are being helped through Sisha. 3 ലക്ഷം പാവപ്പെട്ട കുട്ടികൾക്കും വിധവകൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ശീക്ഷയിലൂടെ സഹായം ലഭിച്ചിരിക്കുന്നു. God will show you also, ദൈവം നിങ്ങൾക്കും കാണിച്ചു തരും. and you will be a blessing to millions of people. നിങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. God is willing to speak to you through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം ഹിതമായിരിക്കുന്നു. When you do that, നിങ്ങൾ അത് ചെയ്യുമ്പോൾ no devil can ഒരു touch you, പിശാചിനും നിങ്ങളെ തൊടാനാവില്ല. no wicked man can touch ഒരു you, ദുഷ്ടനും നിങ്ങളെ തൊടാനാവില്ല. because you will be doing the works of കാരണം God. നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. Isaiah 59 and verse 19 says, യെശയ്യാവ് 59:19 പറയുന്നു, when the enemy comes in like a flood ഒരു against you, വെള്ളപ്പൊക്കം പോലെ ശത്രു നിങ്ങളെ തകർത്തെറിയുവാൻ the വരുമ്പോൾ Holy Spirit will raise up a standard നിങ്ങൾക്ക് against വേണ്ടി him. പരിശുദ്ധാത്മാവ് അവനോട് എതിർത്ത് നിൽക്കും. The Holy Spirit will fight the devils and the wicked ones. പരിശുദ്ധാത്മാവ് ദുഷ്ടന്മാരോടും പിശാചിനോടും പോരാടും, യുദ്ധം ചെയ്യും. You will only see them falling around അവർ you. നിങ്ങൾക്ക് ചുറ്റും വീഴുന്നത് മാത്രം നിങ്ങൾ കാണും. No weapon formed against you shall നിങ്ങൾക്കെതിരായുള്ള prosper. ഒരു ആയുധവും ഫലിക്കയില്ല. You shall be more than a conqueror in the bosom of Jesus, reflecting his നിങ്ങൾ love. യേശുവിന്റെ മാറോട് ചേർന്ന് യേശുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിച്ചുകൊണ്ട് പൂർണ്ണജയം പ്രാപിച്ചവരാകും. Isaiah 28:2. യെശയ്യാവ് 28:2. The Bible says God has a mighty and a strong one by his ഇതാ side, ശക്തിയും ബലവുമുള്ള ഒരുത്തൻ കർത്താവിൽ നിന്ന് വരുന്നു. and he will push the evil one അവൻ to the വെറും ground, കൈകൊണ്ട് ദുഷ്ടനെ നിലത്ത് തള്ളിയിടും. and he will open the door for അവൻ you. നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. Revelation 3 and verse 8 വെളിപ്പാട് says, 3:8 പറയുന്നു, God has kept an open door for you, my child. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. Doors will open. വാതിലുകൾ തുറക്കപ്പെടും. You will go on rising നിങ്ങൾ up. ഉയർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകും. You'll go on being a blessing to നിങ്ങൾ people. ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മുന്നോട്ട് പോകും. No weapon formed against you shall prosper. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. He says, I will not ദൈവം leave you പറയുന്നു, ഞാൻ comfortless. നിങ്ങളെ ആശ്വാസമില്ലാത്തവരായി വിടുകയില്ല. Jesus says, I will not leave യേശു you as an പറയുന്നു, ഞാൻ orphan. നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will come to you ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. as the Holy Spirit. പരിശുദ്ധാത്മാവെന്ന പോലെ, As the Holy Spirit. പരിശുദ്ധാത്മാവെന്ന പോലെ. Now this night, ഇപ്പോൾ ഇന്ന് He is ready to come into you. ദൈവം നിങ്ങളിലേക്ക് വരാൻ He wants തയ്യാറായിരിക്കുന്നു. to make you great in this ദൈവം world ഈ ലോകത്തിൽ നിങ്ങളെ ഉന്നതരാക്കുവാൻ ആഗ്രഹിക്കുന്നു. and be a blessing to the nations of the നിങ്ങൾ world. ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവിൻ. You may say, I am a little ഞാൻ one, ചെറിയവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. but God will make you a എന്നാൽ 1,000. ദൈവം നിങ്ങളെ 1000-ആക്കും. You may say, I am a small ഞാൻ person, കുറഞ്ഞവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. but God will make you a എന്നാൽ nation. ദൈവം നിങ്ങളെ ഒരു മഹാജാതിയാക്കും. My friend, God will speak to you about your own family. സ്നേഹിത, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. I am not a great man, ഞാനൊരു വലിയ മനുഷ്യനല്ല, but the one who is in me is greater than the one who is in the എന്നാൽ world. എന്നിൽ വസിക്കുന്ന ദൈവം ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. That's the Holy Spirit, അതാകുന്നു the പരിശുദ്ധാത്മാവ്, Spirit of Jesus. യേശുവിന്റെ ആത്മാവ്. What He can do for me, എനിക്ക് വേണ്ടി എന്താണോ യേശു He ചെയ്തത്, can do for every അത് one of നിങ്ങൾക്ക് you. വേണ്ടി ചെയ്യുവാനും യേശുവിന് കഴിയും. My dear young people, എന്റെ യുവജനങ്ങളെ, don't waste your നിങ്ങൾ time. സമയം പാഴാക്കരുത്. Seek Jesus. യേശുവിനെ അന്വേഷിക്കൂ. He is your only hope. യേശുവാകുന്നു നിങ്ങളുടെ ഏക He is പ്രത്യാശ. your only hope. യേശുവാകുന്നു ഏക You may പ്രത്യാശ. say, if only brother Paul lays his സഹോദരൻ hands പോൾ എന്റെ upon me, I ശിരസിൽ will be കരം വെച്ചാൽ blessed. മാത്രമേ ഞാൻ അനുഗ്രഹീതനാകൂ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. I tell you, I'm just a ഞാൻ man. വെറുമൊരു മനുഷ്യനാണ്. Of course, തീർച്ചയായും. I am here on God's mandate. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയാലാണ് ഞാൻ ഇവിടെ വന്നത്. The Lord has said, when you lay hands on the people, I will lay hands and ജനങ്ങളുടെ bless മേൽ my കരം people. വെക്കുമ്പോൾ ഞാൻ അവരുടെ മേൽ കരം വെച്ച് അവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. But for that, I get ready every day. എന്നാൽ അതിനുവേണ്ടി ഞാൻ ദിനംപ്രതി തയ്യാറെടുക്കുന്നു. I allow the Holy Spirit to fill me every ദിനംപ്രതി day. എന്നെ നിറയ്ക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. I read the Bible every ഞാൻ day. എന്നും വേദപുസ്തകം വായിക്കുന്നു. And when God speaks to me through the Holy Spirit from ദൈവം the scriptures, പരിശുദ്ധാത്മാവ് മുഖാന്തരം വേദപുസ്തകത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുമ്പോൾ I claim ഞാൻ it ആ and I വചനം pray. അവകാശമാക്കി പ്രാർത്ഥിക്കുന്നു. The Holy Spirit prays within me in new tongues. പരിശുദ്ധാത്മാവ് എന്നിൽ പുതുഭാഷകളിൽ The പ്രാർത്ഥിക്കുന്നു. Holy Spirit tells me what to do each day. എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നു. I just do it. ഞാനത് ചെയ്യുന്നു. And God blesses millions of people through what I do.
ഞാൻ ചെയ്യുന്നതിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. God can make you a blessing. നിങ്ങളെ ഒരു also. അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിന് You കഴിയും. can bring a blessing to the whole രാജ്യത്തിന് nation. മുഴുവൻ അനുഗ്രഹം നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. You can bring a blessing to your whole family. കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹം നൽകുവാൻ നിങ്ങൾക്ക് You can കഴിയും. bring a blessing to the place of your work. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു അനുഗ്രഹം നൽകുവാനും You can bring a blessing to your നിങ്ങളുടെ സഭയിലേക്ക് church. ഒരു അനുഗ്രഹം കൊണ്ടുചെല്ലുവാനും You can bring a blessing to your street, നിങ്ങളുടെ തെരുവിലേക്ക് ഒരു അനുഗ്രഹം to കൊണ്ടുചെല്ലുവാനും your city, നിങ്ങളുടെ നഗരത്തിലേക്കും to your government. നിങ്ങളുടെ സർക്കാരിലേക്കും As you hear from God every morning, നിങ്ങൾ ദിനംപ്രതി ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ would you open your heart right now നിങ്ങൾ ഇപ്പോൾ ഹൃദയം തുറക്കുമോ? and say, Jesus, യേശുവേ, fill me with thy Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Now he will fill you. ഇപ്പോൾ ദൈവം നിങ്ങളെ നിറയ്ക്കും. He is a person. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. He is the Spirit of Jesus. പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആത്മാവാണ്. He will walk into your ഇപ്പോൾ spirit right now. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിക്കും. He that is joined with the Spirit of God is one spirit with God. കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. You can connect with God tonight. നിങ്ങൾക്ക് ദൈവവുമായി ബന്ധം സ്ഥാപിക്കാം. Till now, maybe your soul is connected with sin. ഇതുവരെ നിങ്ങളുടെ ആത്മാവ് പാപവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കാം. Today, God will release you. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. As the Holy Spirit comes into you now, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ He will connect you with God. ആത്മാവ് നിങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കും. Maybe till now you were connected with curses and laws. നാളിതുവരെ നിങ്ങൾ ശാപങ്ങളുമായി നഷ്ടങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കാം. Now the Holy Spirit of God is coming into ഇപ്പോൾ you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. You will be connected to God's bountiful blessings and greatness according to His plan. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ദൈവിക അനുഗ്രഹങ്ങളുമായി ബന്ധം സ്ഥാപിക്കും. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Now we are going to pray ഇപ്പോൾ നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു. that God will fill us with His Holy ദൈവം Spirit. പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കും. Let's all cry to God. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് നിലവിളിക്കാം. How many of you want the Holy Spirit? നിങ്ങളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്? Raise your hands and cry to കരങ്ങൾ God. ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുവിൻ. You may put down your നിങ്ങൾക്ക് hands. കരങ്ങൾ താഴെയിടാം. Open your heart. ഹൃദയം തുറക്കുവിൻ. Open your heart. ഹൃദയം തുറക്കുവിൻ. The last ഇത് moment. അവസാന നിമിഷമാണ്. The last ഇത് moment. അവസാന നിമിഷമാണ്. The last ഇത് moment അവസാന നിമിഷമാണ്. to receive God. ദൈവത്തെ സ്വീകരിക്കുന്നതിനെ To receive God. ദൈവത്തെ സ്വീകരിക്കുന്നതിനെ Tell Him, Lord, I need you. ദൈവത്തോട് പറയുവിൻ, എനിക്ക് അങ്ങയെ I ആവശ്യമുണ്ട്. need you, Lord. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I need you, Lord. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. Open your mouth and cry. വായ് തുറന്ന് നിലവിളിക്കുവിൻ. Don't worry about who is by your നിങ്ങളുടെ side. അരികിലുള്ള വ്യക്തിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. God is by your side. ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. Jesus, who is God in flesh. ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തു, The Spirit of Jesus. യേശുവിന്റെ ആത്മാവ് He is by your side. നിങ്ങളുടെ അരികിലുണ്ട്. It's not three gods, it is one അത് God. മൂന്ന് ദൈവമല്ല, അത് ഏക ദൈവമാണ്. God in the form of a human being called Jesus. യേശു എന്ന പേരിൽ അറിയപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവം, God in the form of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലുള്ള ദൈവം, The Spirit of God. ദൈവത്തിന്റെ ആത്മാവ്, The Spirit who was in Jesus യേശുവിലുള്ള ആത്മാവ്, is coming ആ into you. ആത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. Is coming into you. ആത്മാവ് നിങ്ങളിലേക്ക് Is വരുന്നു. filling you right now. നിങ്ങളെ ഇപ്പോൾ നിറയ്ക്കുന്നു. Right now. ഇപ്പോൾ Just praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. As you cry to Him. നിങ്ങൾ ദൈവത്തോട് Tell നിലവിളിക്കുമ്പോൾ Him, Lord, I must പറയുവിൻ, sin. ദൈവമേ, ഞാനൊരു പാപിയാണ്. This is the last ഇത് time. അവസാനത്തെ സമയമാണ്. Those of you who are watching me on ആരെല്ലാം television. ടെലിവിഷനിലൂടെ എന്നെ കാണുന്നുവോ, Those who are watching me on Facebook. ആരെല്ലാം ഫേസ്ബുക്കിലൂടെ എന്നെ കാണുന്നുവോ, Kneel down and cry wherever you നിങ്ങൾ are. എവിടെയാണെങ്കിലും മുട്ടുകുത്തി നിലവിളിക്കുവിൻ. If you can't kneel down നിങ്ങൾക്ക് wherever you are, മുട്ടുകുത്തുവാൻ cry to God. സാധിക്കില്ലെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തോട് നിലവിളിക്കുവിൻ. Your heart is more important than your posture. നിങ്ങളുടെ ദേഹഭാവത്തേക്കാൾ ഹൃദയമാണ് പ്രധാനം. But cry to God. എന്നാൽ ദൈവത്തോട് Cry നിലവിളിക്കുവിൻ. to God. നിലവിളിക്കുവിൻ. Cry to God. നിലവിളിക്കുവിൻ. Together we'll cry for the last time in this ground. നമുക്ക് ഒത്തൊരുമിച്ച് അവസാനമായി ദൈവത്തോട് നിലവിളിക്കാം. Lord, fill me. ദൈവമേ, എന്നെ നിറയ്ക്കണമേ. I need you. എനിക്ക് അങ്ങേ I need ആവശ്യമുണ്ട്. you. ആവശ്യമുണ്ട്. Don't ask for anything else now. മറ്റൊന്നിനും വേണ്ടി യാചിക്കേണ്ട. You need a permanent നിങ്ങൾക്ക് miracle. നിരന്തരമായ ഒരു അത്ഭുതം You വേണം. need a permanent നിങ്ങൾക്ക് blessing. നിരന്തരമായ ഒരു അത്ഭുതം വേണം. You need permanent നിങ്ങൾക്ക് joy. നിരന്തരമായ ജോലി വേണം. And you need to go to heaven. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകണം. Heaven. സ്വർഗ്ഗത്തിലേക്ക് പോകണം. Heaven. സ്വർഗ്ഗത്തിലേക്ക്. What is the use of being a millionaire in this world and leaving the millions and dying like a dog without God? ഈ ലോകത്തിൽ ഒരു കോടീശ്വരനായിരുന്ന് ദൈവമില്ലാതെ സകല സമ്പത്തും വിട്ട് ഒരു നായയെ പോലെ ചാകുന്നതിൽ The എന്തർത്ഥം? dog dies in the middle of the ഒരു street തെരുവിന്റെ നടുവിൽ കിടന്നാണ് നായ ചാവുന്നത്, without anything. യാതൊന്നുമില്ലാതെ. Should you do that? നിങ്ങൾക്ക് ആ ഗതി വേണമോ? No. വേണ്ട.
You can walk into heaven with great honor as you have Jesus in your heart. യേശുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് നടന്നു കയറാം. Now is the time. അതിനുള്ള സമയമാണിത്. Now is the time. അതിനുള്ള സമയമാണിത്. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves യേശു you. നിങ്ങളെ സ്നേഹിക്കുന്നു. Don't worry about what sins you have നിങ്ങൾ ചെയ്ത committed. പാപങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. Don't worry about other മറ്റുള്ളവരെ people. കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. This is the time for ഇത് forgiveness. പാപക്ഷമയ്ക്കുള്ള സമയമാണ്. Yes, ask Jesus to forgive you. നിങ്ങളോട് ക്ഷമിക്കുവാൻ യേശുവിനോട് യാചിക്കുക. Tell him, cleanse me with your ദൈവമേ, അങ്ങയുടെ blood. രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. My Lord എന്റെ Jesus. കർത്താവേ, The blood of Jesus Christ cleanses me from all യേശുവിന്റെ രക്തം sins. സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. Wash me. എന്നെ കഴുകണമേ. Wash me. എന്നെ ശുദ്ധീകരിക്കണമേ. Wash me. ശുദ്ധീകരിക്കണമേ. Wash me. ശുദ്ധീകരിക്കണമേ. Come on, open your mouth and ഒരു cry. വായ് തുറന്ന് നിലവിളിക്കുവിൻ. Cry for your husbands who are drinking. മദ്യപാനിയായ ഭർത്താവിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവിൻ. Cry for your parents who are away ദൈവത്തിൽ from നിന്ന് God. അകന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി കരയുവിൻ. Cry for your children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവിൻ. Lord, wash me with your blood that your ദൈവമേ, salvation എന്റെ will come to the കുടുംബത്തിന് whole മുഴുവൻ രക്ഷ family. ലഭിക്കുന്നതിനെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. If you believe in the Lord Jesus, you and your household will be കർത്താവായ saved. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. Surely it will come to pass. തീർച്ചയായും അത് സംഭവിക്കും. Cry out. നിലവിളിക്കുവിൻ. Cry out. നിലവിളിക്കുവിൻ. Cry out. നിലവിളിക്കുവിൻ. This is the moment when the Almighty God will come into every soul. സർവശക്തനായ ദൈവം എല്ലാ ആത്മാക്കളിലേക്കും ഇറങ്ങി വരുന്ന സമയമാണിത്. I see the name of a man called Ramesh. രമേശ് എന്ന വ്യക്തിയുടെ പേര് ഞാൻ കാണുന്നു. Ramesh, രമേശ്, you have destroyed the life of a person. നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. I don't want to use the word which relates to the act that you have committed to destroy that person. ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. You may say you will never be caught, നിങ്ങളെ ഒരിക്കലും പിടികൂടുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. but God knows. എന്നാൽ ദൈവത്തിന് എല്ലാം അറിയാം. God knows. ദൈവത്തിന് എല്ലാം അറിയാം. Even now, repent. ഇപ്പോൾ അനുതപിക്കൂ. Repent. നിങ്ങൾ അനുതപിക്കൂ. Repent. നിങ്ങൾ അനുതപിക്കൂ. Cry to God, Ramesh. രമേശ്, ദൈവത്തോട് നിലവിളിക്കൂ. All the wrong things, all the wrong documents that you have created. എല്ലാ തെറ്റായ രേഖകൾക്കും പ്രമാണങ്ങൾക്കും നിങ്ങളാണ് രൂപം നൽകിയത്. Your hand is full of blood. നിങ്ങളുടെ കരത്തിൽ രക്തം നിറഞ്ഞിരിക്കുന്നു. Repent tonight. ഇന്ന് അനുതപിക്കൂ. You will have mercy. നിങ്ങൾക്ക് കൃപ ലഭിക്കും. You will have mercy. നിങ്ങൾക്ക് ദയ ലഭിക്കും. You'll be saved from the evil നിങ്ങൾ powers. ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടും. Jesus is willing to have mercy on you. നിങ്ങളോട് കരുണ ചെയ്യുവാൻ യേശു ഹിതമായിരിക്കുന്നു. And turn to God. ദൈവത്തിങ്കിലേക്ക് തിരിയൂ. Set right everything. സകല കാര്യങ്ങളും നേരെയാക്കൂ. Be willing to face the punishment that you have to go നിങ്ങൾ through. കടന്നു പോകേണ്ട ശിക്ഷാവിധിയെ നേരിടുവാൻ മാനസികമായി തയ്യാറെടുക്കൂ. But Jesus will bring you out. എന്നാൽ യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും. He will raise you up. യേശു നിങ്ങളെ ഉയർത്തും. Your own യേശു profession. നിങ്ങളുടെ സ്വന്തം തൊഴിൽ നിങ്ങൾക്ക് നൽകും. He will make you a builder. യേശു നിങ്ങളെ ഒരു ബിൽഡറാക്കി മാറ്റും. The hand of God is coming upon you. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Stephen, സ്റ്റീഫൻ, you have wronged the relationship that you have with your wife. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായുള്ള ജീവിതത്തിൽ ബന്ധത്തിൽ തെറ്റ് ചെയ്തിരിക്കുന്നു. Your skin is full of diseases. നിങ്ങളുടെ ത്വക്കിൽ മുഴുവൻ രോഗങ്ങളാണ്. But God has His plan to make you His ambassador, His എന്നാൽ mighty മറ്റുള്ളവർക്ക് evangelist സൗഖ്യം to bring healing പകരുന്നതിനു to വേണ്ടി നിങ്ങളെ others. തന്റെ സ്ഥാനാപതിയാക്കുവാൻ, തന്റെ സുവിശേഷകനാക്കുവാൻ ദൈവം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. Repent, Stephen. സ്റ്റീഫൻ, നീ അനുതപിക്കൂ. Come to Jesus. യേശുവിങ്കിലേക്ക് വരൂ. Honor your wife. ഭാര്യയെ ആദരിക്കൂ. Honor your wife. ഭാര്യയെ ആദരിക്കൂ. Humble yourself before your wife. ഭാര്യയ്ക്ക് മുൻപിൽ നിങ്ങളെ തന്നെ താഴ്ത്തൂ. Then God will honor you ദൈവം നിങ്ങളെ മാനിക്കും. because He honors marriage. കാരണം ദൈവം വിവാഹത്തെ മാനിക്കുന്നു. Anyone who despises his wife is cursed, തന്റെ ഭാര്യയെ പുച്ഛിക്കുന്നവൻ, വെറുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. because that person is disregarding the marriage covenant which God has കാരണം created. ആ വ്യക്തി ദൈവം ഉണ്ടാക്കിയ വിവാഹ ഉടമ്പടിയെ അവഹേളിക്കുന്നു. Begin to honor your wife, my dear husband. പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മാനിക്കുവാൻ തുടങ്ങുവിൻ. I say this under the power of the Holy Spirit. പരിശുദ്ധാത്മാവിന് കീഴിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് Then പറയുന്നത്. your family will prosper. അപ്പോൾ നിങ്ങളുടെ കുടുംബം സമൃദ്ധി പ്രാപിക്കും. Wives, be faithful to your husbands. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുവിൻ. Honor them.
അവരെ മാനിക്കുവിൻ. As the husbands love you, ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ God will give you grace to do that. ദൈവം അപ്രകാരം ചെയ്യുവാൻ നിങ്ങൾക്ക് കൃപ Even if നൽകും. your husband is an alcoholic, നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണെങ്കിലും honor your husband. അദ്ദേഹത്തെ മാനിക്കുവിൻ. Pray for your husband. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. God will change. ദൈവം അദ്ദേഹത്തെ മാറ്റും. Now the Holy Spirit is coming to give you that grace. ഇപ്പോൾ ആ കൃപ നൽകുവാൻ പരിശുദ്ധാത്മാവ് വരുന്നു. Your waiting time will be very little before God changes their hearts. ദൈവം അവരുടെ ഹൃദയത്തെ മാറ്റുന്നതിന് മുൻപ് നിങ്ങൾ അല്പസമയം മാത്രമേ കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. As the Holy Spirit comes into you tonight, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ love of God will fill your heart. ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കും. You will love your family നിങ്ങൾ members. കുടുംബത്തിലെ അംഗങ്ങളെ സ്നേഹിക്കും. Even though they don't deserve to be loved, you will have a divine love of Jesus to begin to love them and pray for them. സ്നേഹിക്കപ്പെടുവാൻ യോഗ്യരല്ലെങ്കിലും യേശുവിന്റെ ദൈവിക സ്നേഹത്താൽ നിറഞ്ഞ് അവരെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുവിൻ. Now that love is coming. ഇപ്പോൾ ആ സ്നേഹം വരുന്നു. That is the spirit of the Holy Spirit. അതാകുന്നു പരിശുദ്ധാത്മാവിന്റെ ആത്മാവ്. The spirit of love. സ്നേഹത്തിന്റെ ആത്മാവ്. The spirit of love. സ്നേഹത്തിന്റെ ആത്മാവ്. God is changing every heart. ദൈവം എല്ലാ ഹൃദയങ്ങളെയും മാറ്റുന്നു. Saroja, സരോജ, don't go after witchcraft against people. നീ ജനങ്ങൾക്കെതിരായി ഇനി ആഭിചാരം ചെയ്യരുത്. Repent. നീ അനുതപിക്കൂ. Repent. അനുതപിക്കൂ. Repent. അനുതപിക്കൂ. Don't do witchcraft against people. ജനങ്ങൾക്കെതിരായി ആഭിചാരം ചെയ്യരുത്. Yes, you turn to God. അതെ, നീ ദൈവത്തിങ്കലേക്ക് തിരിയൂ. Yes, send God's blessings through the Holy Spirit to other അതെ, families. പരിശുദ്ധാത്മാവ് മുഖാന്തരം മറ്റു കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അയക്കൂ. And turn to God's blessings for your സ്വന്തം own life. ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവാനുഗ്രഹങ്ങളിലേക്ക് തിരിയൂ. The Holy Spirit is revealing these things to me. പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തുന്നു. Yes, repent tonight. അതെ, ഇന്ന് അനുതപിക്കൂ. And turn your hearts to Jesus. ഹൃദയം യേശുവിങ്കിലേക്ക് തിരിക്കൂ. Your heart is turning to be a heart of love. നിന്റെ ഹൃദയം സ്നേഹത്തിന്റെ ഹൃദയമായി മാറട്ടെ. God's heart of love is coming into your heart. ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. Would you praise Him now? നീ ദൈവത്തെ സ്തുതിക്കൂ. All the hate is going സകല away. കോപവും വെറുപ്പും നിന്നെ വിട്ടു പോകുന്നു. Anger against others are going away. മറ്റുള്ളവരോടുള്ള ദേഷ്യം നിന്നെ വിട്ടു പോകുന്നു. The hurts are all going away. സകല വേദനകളും നിന്നെ വിട്ടു പോകുന്നു. Your heart is turning to നിന്റെ ഹൃദയം Jesus. യേശുവിങ്കിലേക്ക് തിരിയുന്നു. Whether anybody loves you or not, now your heart will say, Jesus loves you. What ആരെങ്കിലും more do നിന്നെ you സ്നേഹിച്ചാലും want? ഇല്ലെങ്കിലും ഇപ്പോൾ നിന്റെ ഹൃദയം പറയും, യേശു എന്നെ സ്നേഹിക്കുന്നു, ഇതിലധികം നിനക്ക് എന്ത് വേണം? Your heart is turning to the love of നിന്റെ Jesus. ഹൃദയം യേശുവിന്റെ സ്നേഹത്തിലേക്ക് തിരിയുന്നു. Love of യേശുവിന്റെ Jesus. സ്നേഹത്തിലേക്ക്. Love of Jesus. യേശുവിന്റെ സ്നേഹത്തിലേക്ക്. Automatically you'll begin to love others. താനെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തുടങ്ങും. And the love of God will fill their hearts too. ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളെയും നിറയ്ക്കും. There'll be joy in your family. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. Joy in the place of work. ജോലി സ്ഥലത്ത് സന്തോഷമുണ്ടാകും. Thank you, Jesus. യേശുവേ നന്ദി. You're filling your people with a heart of joy. സ്നേഹം നിറഞ്ഞ ഹൃദയത്താൽ അങ്ങയുടെ മക്കളെ അങ്ങ് നിറയ്ക്കുന്നു. Heart of love. സ്നേഹമുള്ള ഹൃദയത്താൽ Heart നിറയ്ക്കുന്നു. of love. സ്നേഹമുള്ള ഹൃദയത്താൽ. Lord Jesus, കർത്താവായ യേശുവേ, I pray under the power of your Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Change every one of our hearts, Lord. ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയങ്ങളെയും മാറ്റണമേ. All our hearts, Lord. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ. And fill us with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. And Holy Spirit, change our heart. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണമേ. Change it to become a heart of ഞങ്ങളുടെ ഹൃദയങ്ങളെ love. സ്നേഹത്തിന്റെ ഹൃദയങ്ങളാക്കി തീർക്കണമേ. Not to be angry with people, but to bless them and ഞങ്ങൾ break ജനങ്ങളോട് the power of ദേഷ്യപ്പെടുവാൻ anger. ഇടവരരുത്, എന്നാൽ അവരെ അനുഗ്രഹിക്കുവാനും ആ ദേഷ്യത്തിന്റെ ശക്തിയെ തകർക്കുവാനും ഞങ്ങൾക്ക് Let കഴിയണം. your love begin to flow through അങ്ങയുടെ me. സ്നേഹം എന്നിലൂടെ പ്രവഹിക്കുവാൻ തുടങ്ങട്ടെ. Flow through my എന്റെ brother. സഹോദരനിലൂടെ പ്രവഹിക്കട്ടെ. Flow through my sister who is എന്റെ crying. സഹോദരിയിലൂടെ പ്രവഹിക്കട്ടെ. Flow through the young people. യുവജനങ്ങളിലൂടെ ഒഴുകിച്ചെല്ലട്ടെ. Flow through the little children. കുഞ്ഞുങ്ങളിലൂടെ ഒഴുകിച്ചെല്ലട്ടെ. That the world may see Jesus through us, Lord. ലോകം ഞങ്ങളിലൂടെ യേശുവിനെ കാണട്ടെ. Now the Holy Spirit is coming into ഇപ്പോൾ everybody. പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും വരുന്നു. Open your heart and praise the ഹൃദയം Lord. തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. A deep work is being done by God. God is transforming every one of us into His ദൈവം image. എല്ലാവരെയും തന്റെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. India needs to see the love of God through every one of us. നമ്മിലൂടെ ദൈവസ്നേഹം വെളിപ്പെടുന്നത് ഇന്ത്യ കാണണം. How much Jesus loves the other യേശു people. എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. Now He is filling us with His ഇപ്പോൾ love. സ്നേഹത്താൽ യേശു നമ്മെ നിറയ്ക്കുന്നു. Love. സ്നേഹത്താൽ. Love. സ്നേഹത്താൽ. Love. സ്നേഹത്താൽ.
God's love. ദൈവ സ്നേഹത്താൽ Nothing can break your spirit anymore. യാതൊന്നും നിങ്ങളുടെ ആത്മാവിനെ The തകർക്കില്ല. Holy Spirit is coming now. പരിശുദ്ധാത്മാവ് വരുന്നു. Would you receive Him? നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കുമോ? Would you receive നിങ്ങൾ Him? ആത്മാവിനെ Come പ്രാപിക്കുമോ? on, everybody, only thank God. എല്ലാവരും ദൈവത്തോട് നന്ദി പറയുവിൻ. All our sinful nature is just dissolving and going away. നമ്മുടെ പാപ സ്വഭാവം നമ്മെ വിട്ട് പോകുന്നു. Curses are dissolving and going away. ശാപങ്ങൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. The love for Jesus is filling our heart. യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു. Now the Spirit of God is filling ഇപ്പോൾ us. ദൈവാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. Open your mouth and praise the വായ് Lord. തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. Everybody's heart, let it എല്ലാവരുടെയും rejoice. ഹൃദയങ്ങൾ സന്തോഷിക്കട്ടെ. The rain of peace is coming upon you. സമാധാനത്തിന്റെ മഴ നമ്മുടെ മേൽ The rain പെയ്യുന്നു. of joy is coming upon you. സന്തോഷം നിങ്ങളുടെ മേൽ വരുന്നു. The showers of love are coming upon you. സ്നേഹത്തിന്റെ മാരി നിങ്ങളുടെ മേൽ വരുന്നു. Yes, praise the അതെ, Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിക്കുവിൻ. Praise the Lord. ദൈവത്തെ സ്തുതിപ്പിൻ. Praise the ദൈവത്തെ Lord. സ്തുതിപ്പിൻ. Thank you, Jesus. യേശുവേ, നന്ദി. God is good. ദൈവം നല്ലവനാണ്. His mercies are new every morning. ദൈവത്തിന്റെ കൃപ രാവിലെ തോറും പുതിയതാകുന്നു. Praise you, Lord. ദൈവത്തിന് സ്തുതി. Praise you, ഞങ്ങൾ അങ്ങയെ Lord. സ്തുതിക്കുന്നു. Fill everybody now എല്ലാവരെയും നിറയ്ക്കണമേ. and give everybody a new tongue, എല്ലാവർക്കും Lord. പുതുഭാഷ നൽകണമേ. New tongue, Lord. പുതിയ ഭാഷ. The tongue of curses, let it go. ശാപത്തിന്റെ ഭാഷ വിട്ടുപോകട്ടെ. The tongue of sin, let it go. പാപത്തിന്റെ ഭാഷ The വിട്ടുപോകട്ടെ. tongue of hate, let it go. വെറുപ്പിന്റെ ഭാഷ The വിട്ടുപോകട്ടെ. tongue of anger, let it go. കോപത്തിന്റെ ഭാഷ Let വിട്ടുപോകട്ടെ. everybody have the tongue of God's എല്ലാവരും love. ദൈവസ്നേഹം എന്ന ഭാഷ സ്വന്തമാകട്ടെ. Love. സ്നേഹം. Love. സ്നേഹം. Speak the words of God. ദൈവത്തിന്റെ വചനം പറയുവിൻ. Love. സ്നേഹം. In Jesus' യേശുവിന്റെ name. നാമത്തിൽ. In Jesus' യേശുവിന്റെ name. നാമത്തിൽ. Let thy Holy Spirit give everyone a new tongue, അങ്ങയുടെ Lord. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും പുതുഭാഷ നൽകട്ടെ. Speak in new tongues. പുതുഭാഷകളിൽ New സംസാരിക്കുവിൻ. tongues. പുതുഭാഷകളിൽ. God's tongue. ദൈവത്തിന്റെ ഭാഷയിൽ To change every സകല heart. ഹൃദയത്തെയും In the മാറ്റുന്നതിന് name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Fill, Lord. എല്ലാവരെയും നിറയ്ക്കണമേ. Fill every heart. എല്ലാ ഹൃദയത്തെയും നിറയ്ക്കണമേ. Fill our tongues. ഞങ്ങളുടെ നാവുകളെ നിറയ്ക്കണമേ. Fill our minds. മനസ്സിനെ നിറയ്ക്കണമേ. Fill our spirits. ആത്മാവിനെ നിറയ്ക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. I also pray, Lord. ഞാനും പ്രാർത്ഥിക്കുന്നു. I too need this grace to reflect Jesus to everyone in a greater measure. യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ എനിക്കും ഈ കൃപ ആവശ്യമാണ്. Touch our tongues, Lord. ഞങ്ങളുടെ നാവുകളെ Touch തൊടണമേ. our spirits, Lord. ആത്മാവിനെ തൊടണമേ. Touch our minds, Lord. മനസ്സിനെ തൊടണമേ. Holy Spirit, take over ആത്മാവേ, everyone's ഞങ്ങളുടെ body. ശരീരങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. Everyone's mind. മനസ്സിന്റെ നിയന്ത്രണവും Everyone's spirit. ആത്മാവിന്റെ The നിയന്ത്രണവും. glory of God is coming right now. ദൈവം ഇപ്പോൾ വരുന്നു. Just open your mouth and praise the Lord. വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവിൻ. Yes, God is giving you a new അതെ, language. ദൈവം പുതിയ ഭാഷ നൽകുന്നു. Speak in Jesus' name. യേശുവിന്റെ നാമത്തിൽ God is സംസാരിക്കുവിൻ. giving you visions of യേശുവിനെ Jesus. കുറിച്ചുള്ള ദർശനങ്ങൾ ദൈവം See നൽകുന്നു. in Jesus' name. യേശുവിന്റെ നാമത്തിൽ. God is giving you a new heart full ദൈവം of സന്തോഷത്താൽ നിറഞ്ഞ joy. പുതിയ ഹൃദയം നൽകുന്നു. Praise the Lord. ദൈവത്തിന് സ്തുതി. Say thank you, Jesus. You are coming into my heart. യേശുവേ നന്ദി എന്ന് പറയുവിൻ. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. You're filling me now. അങ്ങനെ നിറയ്ക്കുന്നു. You're filling me now. അങ്ങനെ നിറയ്ക്കുന്നു. You're filling me now. അങ്ങനെ നിറയ്ക്കുന്നു. Everyone in this ground, everyone watching, millions of people's hearts are being changed tonight. Praise the Lord. Joy, 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 joy. Thank you for doing it, അത് Lord. ചെയ്യുന്നതിന് നന്ദി. Master, യജമാനനെ, none of us should be able to touch any act of sin anymore. ഞങ്ങളിനി പാപത്തെ തൊടുവാൻ പോലും സംഗതി വരരുത്. Nobody, ആരും nobody ആരും should be able to touch anything that is of sin. പാപത്തിൻ്റെതായ ഒന്നും തൊടാൻ ഇടവരരുത്. They should not touch worry also. അവർ വിഷമങ്ങളെയും തുടരുത്. Nobody should worry over anything which is sin. ആരും ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടുവാൻ ഇടവരരുത്. അത് പാപമാണ്. Yes, Lord, deliver us. അതെ, ഞങ്ങളെ വിടുവിക്കണമേ. Deliver us. വിടുവിക്കണമേ. Deliver us. വിടുവിക്കണമേ. From now on, ഇപ്പോൾ മുതൽ let everybody begin to hear the voice of God in their spirits. എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങട്ടെ. I want the prophetical gift to be upon everybody, Holy Spirit. എല്ലാവരും പ്രവാചക അഭിഷേകം
അഭിഷേകം പ്രാപിക്കണം. Make your children to prophesy. അങ്ങയുടെ മക്കൾ പ്രവചിക്കട്ടെ. God's plan for their lives തങ്ങളുടെ every ജീവിതത്തെക്കുറിച്ചുള്ള day. ദൈവിക പദ്ധതികളെക്കുറിച്ച് Every day. എന്നും As they read the Bible and pray, let them prophesy your plan for the day. വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രവചിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let them hear God's അവർ voice. ദൈവത്തിന്റെ ശബ്ദം കേൾക്കട്ടെ. See God's vision. ദൈവത്തിന്റെ ദർശനം In കാണട്ടെ. Jesus' name. യേശുവിന്റെ നാമത്തിൽ In Jesus' യേശുവിന്റെ name. നാമത്തിൽ Let them walk into the അവർ supernatural, പ്രകൃതിയാതീതമായ Lord. തലങ്ങളിലേക്ക് ഉയരട്ടെ. And become little children hearing the voice of അവർ God. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തിന്റെ സ്വരം കേൾക്കട്ടെ. Everybody cry for that gift of prophecy. എല്ലാവരും പ്രവചന വരത്തിനു വേണ്ടി കരയുവിൻ. Cry out to God. ദൈവത്തോട് Say, നിലവിളിക്കുവിൻ. Lord, speak to me. ദൈവമേ എന്നോട് I want സംസാരിക്കണമേ. to see you. എനിക്ക് അങ്ങയെ കാണണം. I want to know you. എനിക്ക് അങ്ങയെ അറിയണം. Teach me to study. പഠിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. Teach me to work. ജോലി ചെയ്യുവാനും Teach me to take care of my family. കുടുംബത്തെ Teach നടത്തുവാനും me to bring blessings to others. മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ Every കൊണ്ടുചെല്ലുവാനും day. ഇന്ന് Holy Spirit, give me the grace. പരിശുദ്ധാത്മാവേ കൃപ Would you നൽകണമേ. cry for that? അതിനുവേണ്ടി Would കരയുവിൻ. you cry for the gift of prophecy tonight? പ്രവചന വരത്തിനു വേണ്ടി കരയുവിൻ. Like Joseph and Daniel. യോസേഫും Be ദാനിയേലും filled with the spirit of wisdom. അവർ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ Spirit നിറഞ്ഞു. of God's wisdom. ദൈവിക ജ്ഞാനത്താൽ God's prophetic guidance. ദൈവത്തിന്റെ പ്രവാചക In the name of മാർഗനിർദ്ദേശത്താൽ Jesus. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Lord, give everybody your prophetic guidance, Lord. ദൈവമേ എല്ലാവർക്കും പ്രവാചക മാർഗനിർദ്ദേശം I bow നൽകണമേ. before you and beg you, Lord, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ നിന്ന് അങ്ങയോട് യാചിക്കുന്നു. Lord Jesus, because you paid the price through your blood, പിതാവേ, അങ്ങ് രക്തം ചിന്തി everybody is ഞങ്ങളെ വിലയ്ക്ക് eligible to വാങ്ങിയതുകൊണ്ട് hear your voice. അങ്ങയുടെ സ്വരം കേൾക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. Everybody is eligible to have visions of ദർശനങ്ങൾ Jesus. കാണുവാനുള്ള യോഗ്യത എല്ലാവർക്കുമുണ്ട്. Now transform every heart. ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. We want to see Jesus. എനിക്ക് യേശുവിനെ കാണണം. We want to hear the leading of the Holy ഞങ്ങൾക്ക് Spirit. പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം കേൾക്കണം. Speak to everyone's heart. എല്ലാവരോടും സംസാരിക്കണമേ. Till they come to heaven, അവർ Lord. സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നതുവരെ Till they come to heaven, അവർ Lord. സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നതുവരെ Every day speak to them, Lord. ദിനംപ്രതി അവരോട് സംസാരിക്കണമേ. Paul Dinakaran cannot bless them. പോൾ ദിനകരൻ അവരെ അനുഗ്രഹിക്കാനാവില്ല. I'm just a man. ഞാനൊരു മനുഷ്യനാണ്. We all cry for you, Lord ഞങ്ങൾ എല്ലാവരും Jesus. അങ്ങയോട് നിലവിളിക്കുന്നു. Fill now. ഞങ്ങളെ നിറയ്ക്കണമേ. Fill now. നിറയ്ക്കണമേ. Last moment, Lord. അവസാന നിമിഷമാണിത്. Fill everybody with yourself. എല്ലാവരെയും അങ്ങയാൽ നിറയ്ക്കണമേ. Everybody with God. ദൈവത്താൽ നിറയ്ക്കണമേ. Everybody with God's Spirit. ദൈവാത്മാവിനാൽ നിറയ്ക്കണമേ. Nobody should say I'm an orphan. ഞാനൊരു അനാഥനാണെന്ന് ആരും Let പറയരുത്. them hear your അവർ അങ്ങയുടെ voice. ശബ്ദം കേൾക്കട്ടെ. Rise up to great heights in this nation. അത്യുന്നതങ്ങളിലേക്ക് ഉയരട്ടെ. Let every debt go. സകല കടഭാരവും Every വിട്ടുപോകട്ടെ. sickness go. രോഗങ്ങൾ വിട്ടുപോകട്ടെ. Every failure go. പരാജയങ്ങൾ Every വിട്ടുപോകട്ടെ. court case end in their favor. കേസുകൾ അവർക്ക് അനുകൂലമായി തീരട്ടെ. And everything they have lost come back to നഷ്ടപ്പെട്ടത് them. അവർക്ക് തിരികെ ലഭിക്കട്ടെ. Everything you have planned come upon them in Jesus' അങ്ങയുടെ name. പദ്ധതിക്ക് അനുസരിച്ച് അവർക്കെല്ലാം ലഭിക്കട്ടെ. Let it come now. അതിപ്പോൾ വരട്ടെ. Let it come now. വരട്ടെ. Let it come അത് now. വരട്ടെ. Believe, my friend. വിശ്വസിക്കുവിൻ. Believe, my friend. വിശ്വസിക്കുവിൻ. Jesus is coming with you. യേശു നിങ്ങളോടൊപ്പം വരുന്നു. He will talk to you and bring the blessings for every day. യേശു നിങ്ങളോട് സംസാരിക്കും. It's not just the miracles you receive these 3 days. നിങ്ങൾ അത്ഭുതങ്ങൾ മാത്രമല്ല പ്രാപിച്ചത്. It's receiving the miracle worker for your life right now. നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെയും സ്വീകരിക്കുന്നു. Just praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. Just praise Him. സ്തുതിക്കുവിൻ. The demons are leaving right now. ദുരാത്മാക്കൾ The വിട്ടുപോകുന്നു. curses are leaving right ശാപങ്ങൾ now. വിട്ടുപോകുന്നു. You will never see the witchcraft ഇനി spirits നിങ്ങൾ again. ആഭിചാരത്തിന്റെ ആത്മാക്കളെ കാണുകയില്ല. As you are filled with the Holy Spirit, no evil spirit can touch നിങ്ങൾ you. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിനാൽ ഒരു ദുരാത്മാവിനും നിങ്ങളെ തൊടാനാവില്ല. Lord, release those who are affected പിതാവേ, by the evil ദുരാത്മാക്കളാൽ spirits. പീഡിപ്പിക്കപ്പെടുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. And now, Lord, Holy Spirit, ഇപ്പോൾ പരിശുദ്ധാത്മാവേ, come upon everyone who is afflicted with the evil spirits. ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ടവരുടെ മേൽ വരേണമേ. Deliver them, Lord. അവരെ വിടുവിക്കണമേ. And make them speak in new tongues. പുതുഭാഷകളിൽ അവർ സംസാരിക്കട്ടെ. No more the tongues of the evil spirits. ഇനി ദുരാത്മാക്കളുടെ ഭാഷ അവർക്ക് Let വേണ്ട. them speak the language of God. അവർ ദൈവത്തിന്റെ ഭാഷ സംസാരിക്കട്ടെ. Filled with the love of God. ദൈവസ്നേഹത്താൽ Let നിറഞ്ഞുകൊണ്ട് there be a divine release. അവർക്ക് സ്വർഗീയ വിടുതൽ Now ലഭിക്കട്ടെ. you evil spirits leave them. ദുരാത്മാക്കളെ അവരെ വിട്ടു പോ. Just
go in Jesus' name. യേശുവിന്റെ നാമത്തിൽ പോ. Just keep quiet and go in Jesus' name. നിശബ്ദരായി യേശുവിന്റെ നാമത്തിൽ പോ. Thank you, Lord, for doing that. പിതാവേ, അത് ചെയ്തതിന് നന്ദി. Thank you, Lord, for doing that. അത് ചെയ്തതിന് നന്ദി. Thank you, Lord, for doing that. അത് ചെയ്തതിന് നന്ദി. Let thy children have peace. അങ്ങയുടെ മക്കൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. സമാധാനം, സമാധാനം, സമാധാനം. Let the broken families come together. തകർന്ന കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് ചേരട്ടെ. Husband, wife and children, let there be love in their families. ഭാര്യയും ഭർത്താവും മക്കളും പരസ്പര സ്നേഹത്തോടെ ജീവിക്കട്ടെ. Let them enjoy their family അവർ life. കുടുംബജീവിതം ആസ്വദിക്കട്ടെ. Enjoy praying together. ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ആസ്വദിക്കട്ടെ. Enjoy prospering together. ഒത്തൊരുമിച്ച് സമൃദ്ധി പ്രാപിക്കുന്നത് ആസ്വദിക്കട്ടെ. Enjoy rising up in society. സമൂഹത്തിൽ ഉയരുന്നത് ആസ്വദിക്കട്ടെ. Lord, ദൈവമേ, raise every family which is here to great heights in this nation. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തണമേ. Holy Spirit, give them excellent jobs. പരിശുദ്ധാത്മാവേ, അവർക്ക് നല്ല ജോലികൾ Give them നൽകണം. their own business. അവർക്ക് സ്വന്തം ബിസിനസ്സുകൾ Give ഉണ്ടാകട്ടെ. them finances in their hands in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരുടെ കരങ്ങളിൽ സമ്പത്ത് നൽകണമേ. Every curse, let it stop. No more losses. സകല ശാപവും നിന്നു പോകട്ടെ. ഇനി നഷ്ടങ്ങൾ ഉണ്ടാകരുത്. Prosperity after prosperity according to God's plan as they get filled with the Holy Spirit every day. Now, Lord, ഇപ്പോൾ പിതാവേ, heal thy children. അങ്ങയുടെ മക്കൾക്ക് സൗഖ്യം നൽകണമേ. Heal. സൗഖ്യം നൽകണമേ. Heal. സൗഖ്യം നൽകണമേ. Heal, Lord. ദൈവമേ, Everyone എല്ലാവരും has their body now transformed as the temple of the Holy Spirit. അവരുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. Their bodies are the temples of the Holy Spirit. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. Now, Lord, recreate every organ because you are living in their bodies. ദൈവമേ, അങ്ങ് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് അവരുടെ അവയവങ്ങളെ അങ്ങ് പുതുതായി സൃഷ്ടിക്കണമേ. My friends say, Jesus is living in my body. പ്രിയ സ്നേഹിത, യേശു എന്റെ ശരീരത്തിൽ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ഉറക്കെ പറയുവിൻ. I will keep my body holy from today. ഇന്നു മുതൽ ഞാൻ എന്റെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കും. I will have a righteous relationship with my spouse. ഞാൻ എന്റെ ജീവിത പങ്കാളിയോട് നീതിയോടെ സത്യസന്ധമായ ബന്ധം പുലർത്തും. My body belongs to Jesus. എന്റെ ശരീരം യേശുവിന് സ്വന്തമാണ്. Jesus. യേശുവിന് സ്വന്തമാണ്. Jesus. യേശുവിന് സ്വന്തമാണ്. As you said, നിങ്ങൾ പറയുന്നത് പോലെ the Lord is healing your organs. ദൈവം നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കുന്നു. You will be healthy. നിങ്ങൾ The ആരോഗ്യമുള്ളവരാകും. Holy Spirit is giving us new organs. പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ അവയവങ്ങൾ നൽകുന്നു. God is healing the diabetes. ദൈവം ഡയബറ്റീസ് സൗഖ്യമാക്കുന്നു. Let the blood pressure and diabetes be healed in Jesus' name. രക്തസമ്മർദ്ദവും ഡയബറ്റീസും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Let it be normal, Lord. അത് സാധാരണ രീതിയിലാകട്ടെ. Let the thyroids disappear in Jesus' name. തൈറോയിഡ് യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Let the growths disappear in Jesus' name. അനാവശ്യ വളർച്ചകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Kidneys be healed. വൃക്കകൾ സൗഖ്യം പ്രാപിക്കട്ടെ. Eyes be open in Jesus' കണ്ണുകൾ name. യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. Let the deaf ears be healed right now in Jesus' name. കാതുകൾക്ക് യേശുവിന്റെ നാമത്തിൽ കേൾവിശക്തി Let ലഭിക്കട്ടെ. the dumb mouth speak in Jesus' name. From head to foot, let there be ശിരസ്സ് മുതൽ healing. പാദം വരെ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. Every pain dissolve and disappear in Jesus' സകല name. വേദനയും യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Holy Spirit, പരിശുദ്ധാത്മാവേ, release your people. അങ്ങയുടെ മക്കളെ വിടുവിക്കണം. Release your people. അങ്ങയുടെ മക്കളെ Give വിടുവിക്കണം. them new organs, അവർക്ക് Lord. പുതിയ അവയവങ്ങൾ നൽകണമേ. No more demonic ഇനി spirits. ദുരാത്മാക്കളില്ല. Only you, ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ. Holy Spirit, പരിശുദ്ധാത്മാവേ, in them. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Those who are barren without children, കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരിമാർ, let them conceive tonight in Jesus' name. അവരിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഗർഭം ധരിക്കട്ടെ. Let them have children in Jesus' അവർക്ക് name. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. Swapna, സ്വപ്ന, God touched you right now. ദൈവം ഇപ്പോൾ നിന്നെ തൊട്ടിരിക്കുന്നു. Reeni, റീനി, God touched you right ദൈവം now. നിന്നെ തൊട്ടിരിക്കുന്നു. Subash, സുഭാഷ്, God is healing your body ദൈവം right നിന്റെ now. ശരീരത്തിന് സൗഖ്യം You നൽകുന്നു. will have children. നിനക്ക് കുഞ്ഞുങ്ങൾ There ഉണ്ടാകും. are thousands who need a child. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കുഞ്ഞുങ്ങളെ Give ആവശ്യമുണ്ട്. them all beautiful പിതാവേ, children. അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ നൽകണമേ. Honor them. അവരെ ആദരിക്കണമേ. Honor them. ആദരിക്കണമേ. Thank you because you are doing that, Lord അങ്ങ് അത് Jesus. ചെയ്യുന്നതിനാൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. We are so grateful.
ഞങ്ങൾ നന്ദിയുള്ളവരാണ്, So grateful. ഞങ്ങൾ നന്ദിയുള്ളവരാണ്. So grateful for your love for your children, Lord. അങ്ങയുടെ മക്കളോടുള്ള സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. Every shame, let it go from their lives. അവരുടെ ജീവിതത്തിൽ നിന്ന് ലജ്ജയെല്ലാം അകന്നു പോകട്ടെ. Let them have double portion of honor from tomorrow morning in Jesus' name. നാളെ മുതൽ അവർക്ക് ഇരട്ടി മാനവും മഹത്വവും ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Whatever property has to come to them, money that has to come to them, let it come tomorrow morning in Jesus' name. അവർക്ക് ലഭിക്കാനുള്ള വസ്തുവകകളും സമ്പത്തും യേശുവിന്റെ നാമത്തിൽ നാളെ തന്നെ ലഭിക്കട്ടെ. Build their home, Lord. അവരുടെ ഭവനങ്ങളെ നിറയ്ക്കണം. Build their home. അവരുടെ ഭവനങ്ങളെ There are നിറയ്ക്കണം. so many here who are serving the Lord. ഇവിടെയുള്ള നിരവധി പേർ ദൈവത്തെ സേവിക്കുന്നുണ്ട്. There's a person called Israel. ഇസ്രായേൽ എന്ന ഒരു വ്യക്തിയുണ്ട്. And you're saying, brother has not prayed for those who are serving the സഹോദരൻ Lord. ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് നിങ്ങൾ പറയുന്നു. Israel, ഇസ്രായേൽ, your wife and children are getting sick day after day. നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അടിക്കടി അസുഖങ്ങൾ പിടിപെടുന്നു. You're saying, have I come to the ministry according to God's call, or have I come on my own? Why is my wife, why is my daughter sick all the അനുസരിച്ചാണോ time? ദൈവവേലയ്ക്ക് ഇറങ്ങിയത്? അല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ദൈവവേലയ്ക്ക് ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എപ്പോഴും രോഗങ്ങൾ വരുന്നത്? Israel, ഇസ്രായേൽ, God has transformed you into His image through all the suffering. കഷ്ടങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളെ തന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. But it is stopping എന്നാൽ now. കഷ്ടങ്ങളെല്ലാം ഇപ്പോൾ നിന്നു പോകുന്നു. God will prosper you 100 times ദൈവം നിങ്ങളെ 100 മടങ്ങ് സമൃദ്ധീകരിക്കും. and increase you 1,000 1000 times. മടങ്ങായി നിങ്ങളെ വർദ്ധിപ്പിക്കും. Lord, I pray for every such servant of ദൈവമേ, God. അങ്ങനെയുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Encourage them, Lord. അവരെ പ്രോത്സാഹിപ്പിക്കണമേ. Let them minister in peace. അവർ സമാധാനത്തോടെ വേല ചെയ്യട്ടെ. Take away every struggle, Lord. സകല കഷ്ടങ്ങളും എടുത്തു മാറ്റണമേ. Let the churches expand 100 times. സഭകൾ 100 മടങ്ങ് വിപുലീകരിക്കപ്പെടട്ടെ. Provide for them 1,000 അവർക്ക് times. ആവശ്യമുള്ളത് 1000 മടങ്ങായി അവർക്ക് നൽകണമേ. And let them receive all the people and build your kingdom in their lives. അവർ സകല ജനങ്ങളെയും സ്വീകരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ രാജ്യം പടുത്തുയർത്തട്ടെ. Thank you for blessing every servant of God. എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിച്ചതിന് നന്ദി. Thank you for taking care of them. അവരെ കാത്തു പരിപാലിക്കുന്നതിന് നന്ദി. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. All the glory. സകല മഹത്വവും, All the glory. സകല മഹത്വവും. Shall we all clap our hands and give Jesus all the glory? നമുക്ക് എല്ലാവർക്കും കരഘോഷം മുഴക്കി യേശുവിന് മഹത്വം His കരേറ്റാം. mighty presence is coming with us. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം വരുന്നു. We are going to praise Him. ദൈവത്തെ സ്തുതിക്കുവാൻ Praise പോകുന്നു. Him. ദൈവത്തെ സ്തുതിക്കുന്നു. Praise Him. ദൈവത്തെ And സ്തുതിക്കുന്നു. say, Jesus is coming with me. യേശു എന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ Thank you, സ്തുതിക്കുന്നു. യേശുവേ Jesus. നന്ദി. We give the Lord all the സകല glory. മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു.